2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. Let's read from 2 Peter chapter 1 and verse 4. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോസ്തലനായ പത്രോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിമഹത്തായിട്ടുള്ള വിലയേറിയ അനുഭവത്തെക്കുറിച്ച് അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായി കാണുന്നു. We see that Apostle Peter, when he writes his epistle to the church, points concerning the exceeding and great promises. അത് മനസ്സിലാക്കാൻ കഴിയുന്നത് കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന വിലയേറിയ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. From this we can understand the great and good experiences which the people of God receive when they go through sufferings. വിലയേറിയ അനുഭവങ്ങൾ പ്രാപിക്കണമെങ്കിൽ നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകണം. അതാണ് പത്രോസ് ഓർപ്പിക്കുന്നത്. In order to attain precious experiences, it is essential to go through sufferings, and that is what Peter reminds us of. യുവജന മീറ്റിംഗിൽ ചെന്നൈയിൽ പോയിട്ട് വന്നതായ കുട്ടികളുടെ പലരുടെയും സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. You have heard the testimony of our children, of many who participated in the youth meeting. ഒരു അഗ്നിയുടെ ശോധനയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അതിനെ അതിജീവിക്കുവാനായിട്ട് അതിനേക്കാൾ വളരെ ശക്തമായിട്ടായ ഒരു അഗ്നിയായിട്ട് നാം മാറുമ്പോൾ ആ അഗ്നിയെ അതിജീവിപ്പാൻ കഴിയുമെന്നായിരുന്നു അവിടെ പഠിത്തമെന്ന് നിങ്ങൾ സാക്ഷി കേട്ടല്ലോ. From their testimony we heard that they were taught that when we go through fiery trials we should possess a greater fire than it so that we may be able to empower it. യൗവന ലോകം എന്ന് പറയുന്നത് ഒരു ശോധനയിൽ കൂടെ അഗ്നിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലോകമാണ്. Youthful world is one which is going through fire or trials. പ്രത്യേകിച്ച് ഇന്നത്തെ യൗവന ലോകത്തെ നമുക്ക് വീക്ഷിക്കുകയാണെങ്കിൽ വളരെ കരകയറാൻ കഴിയാത്ത നിലയിലുള്ളായ ശോധനയിൽ കൂടെ പലവിധമായിരിക്കുന്നതായ പൈശാചിക ശക്തികൾ പലരെയും പല നിലത്തിൽ നിയന്ത്രിച്ചിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. But when we look into the present youth world, we can see that many go through various kinds of problems by which they are bound by Satan and they are unable to come out of it. ദൈവമക്കളെ, നമുക്ക് എല്ലാറ്റിലും അതിന് ജയമെടുക്കുവാനായിട്ട് നമുക്ക് മാതൃകയായിട്ടുള്ളത് ഒരുവൻ മാത്രം നമ്മുടെ കർത്താവാണ്. Dear children of God, for us to empower all this, the only example which is set before us is our Lord. 1 പത്രോസ് 4:1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ. In 1 Peter chapter 4 verse 1 we read, എല്ലാറ്റിനും നമുക്ക് മാതൃക ആയിരിക്കുന്നത് നമ്മുടെ യേശു മാത്രമാണ്. Our Jesus is the only example set before us. വായിച്ചേ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. നിങ്ങളും അതേ അനുഭവം തന്നെ ആയുധമായിട്ട് എടുക്കുവിൻ. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമ്മളും ആ ഭാവം തന്നെ ആയുധമായിട്ട് എടുക്കണം. For Christ has suffered in the flesh, we too should arm ourselves with the same mind. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് ജോസഫിനെ കുറിച്ച് നമുക്ക് ഇന്ന് പോൽക്കാലം നമുക്ക് ചിന്തിക്കാം. This morning let us consider the life of Joseph. കഷ്ടതയിൽ കൂടെ കടന്നുപോയ ജോസഫിന് ലഭിച്ചതായ 4 വിധമായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. In short, let us consider the 4 blessings which Joseph received through his sufferings. കഷ്ടതയിൽ കൂടെ കടന്നുപോയ പരിശോധനയിൽ കൂടെ കടന്നുപോയ ജോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിന് കൂടെ ലഭിച്ചതായ അല്ലെങ്കിൽ സ്വർഗത്തിൽ ലഭിച്ചതായ അല്ലെങ്കിൽ ദൈവത്താൽ ലഭിച്ചതായ പലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. When we consider Joseph in this manner, we can see many blessings or experiences which he received through the sufferings from the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവന്റെ ജീവിതത്തെ നമുക്ക് നോക്കുമ്പോൾ അവൻ സഹോദരന്മാരിൽ നിന്ന് വേർപെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. We can find that he lived a life set apart from his brothers. അത് എന്തിനെ കാണിക്കുന്നു? What does this signify? ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതായ ദൈവമക്കൾ, ദർശനമുള്ള ദൈവമക്കൾ നിശ്ചയമായിട്ടും ദൈവമക്കളെ നാം ഒരു വേർപാട് പാലിക്കണം, ജീവിതത്തെ പാലിച്ച് നമ്മൾ ജീവിക്കണമെന്ന് കാണിക്കുകയാണ്. This shows that the children of God should live a life of separation from others. ആത്മീയമായിട്ടുള്ള ദർശനമുള്ളായ ദൈവമക്കൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത് ഒരു വേർപാട് ജീവിതമാണ്. The children of God who has good vision,
they should live a separated life. അപ്പോസ്തലപ്രവൃത്തി 2:40 വാക്യത്തിൽ വായിക്കുന്നല്ലോ, In Acts 2:40 we read, ഈ വക്രതയുടെ തലമുറ രക്ഷിക്കപ്പെടുവീൻ എന്ന് കാണുന്നു. we see that get ye yourselves out from this untoward generation. ജലസ്നാനം സ്വീകരിക്കുന്ന ദൈവമക്കളും സ്വീകരിച്ചിരിക്കുന്നവരും നിശ്ചയമായിട്ടും അവരുടെ ജീവിതത്തിലും ഒരു വേർപാട് ജീവിതം പാലിക്കണം. The children of God who had taken water baptism too should keep this life of separation. 40 വാക്യം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് ഈ പറഞ്ഞു. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. He said, save yourselves from this untoward generation. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 6:14 വാക്യം മുതൽ വായിക്കുമ്പോൾ, That is why when St. Paul writes his epistle to the Corinthians in 2 Corinthians chapter 6 from verse 14 we can read, ആത്മീയമായിട്ടുള്ള ദർശനം ലഭിച്ചതായ ദൈവസഭ നിശ്ചയമായിട്ടും അവർ വേർപാട് പാലിക്കണം. the spiritual church which has received the visions of God should keep the life of separation. അപ്പോഴാണ് ഞാൻ പറയാൻ പോകുന്നതായ അനുഗ്രഹങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്. It is then that they would become worthy to receive the blessings which I am going to mention. വാസ്തവമായി ദൈവീയ ദർശനത്താൽ ജീവിച്ചതായ ജോസഫ് സഹോദരൻ നിന്ന് അവൻ അകന്ന് ജീവിച്ചു. Joseph, who lived in accordance with the spiritual vision he had, lived a separated life. അത് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട മക്കളെ നാം ഒരു വേർപാട് അനുഷ്ഠിക്കുന്നതിനെ കാണിക്കുകയാണ്. Dear children of God who was being separated by God, this implies that we too should live a separated life. വായിച്ചാട്ട്, നിങ്ങൾ അവിശ്വാസികളോട് നിങ്ങൾ അവിശ്വാസികളോട് ഇണയിലപ്പെടക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പറയുന്നത് ഒരു വേർപെട്ട ജീവിതമാണ്. വേർപാട് പാലിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വിവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. Dear children of God, that which God desires from us is a life of separation, and from this verse being read we can understand the blessings which we receive through this life of separation. അവിശ്വാസികളിൽ നിന്ന് വേർപെടണം. We should be separated from unbelievers. ദുഷ്ടന്മാരുമായിട്ടുള്ള വേർപാട് പാലിക്കണം. We should be separated from the ungodly. ഈ ലോക ജനങ്ങളുമായിട്ടുള്ള വേർപാട് പാലിക്കണം. From the people of this world we should be separated. ഈ ലോകത്തിനായിരിക്കുന്ന മോഹങ്ങളിൽ നിന്നും നമ്മൾ വേർപെട്ട് ജീവിക്കണം. From the lusts of this world we should be separated. ഈ ലോകത്തിന്റെ ആഡംബരത്തിൽ നിന്ന് നമ്മൾ വേർപെട്ട് ജീവിക്കണം. From the luxuries of this world we should be separated. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്ന് ജനങ്ങൾ അധപ്പതിച്ച് താഴോട്ട് ദൈവമക്കൾ പോകുകയാണ്. I used to mention often because concerning the downfall of the people. പണങ്ങൾ കൂടി വരുന്നു, സാമ്പത്തികം കൂടി വരുന്നു, അതനുസരിച്ചുള്ള മോഡേൺ ഫാഷൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇന്ന് യൗവനക്കാരും പെൺകുട്ടികളും ആൺകുട്ടികളും പ്രായമുള്ളവരും ഒക്കെയും ആ നിലയിൽ അങ്ങ് പോകുകയാണ്. പക്ഷേ ദൈവമക്കളെ, നമുക്കൊരു മുന്നറിയിപ്പുണ്ട്, അതിൽ നിന്ന് വേർപെട്ട് നമ്മുടെ ജീവിതം ചെയ്യണം. As riches and wealth abound, the people of God, even small children to the elderly, each and every one live a life of live in all kinds of fashions of this world. They put on all kinds of costly garments too. But dear children of God, it is not good for us. We should live a life of separation. വേർപാട് പാലിച്ചില്ല എങ്കിൽ, പാലിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവുമായിട്ട് നമുക്ക് ചേർന്ന് ജീവിക്കാൻ കഴിയില്ല. If we are unable to keep this life of separation, we will not be able to live a life cleaved unto the Lord. തെസ്സലോനിക്കയിലേക്ക് വായിക്കുന്നു, വേർപെട്ട് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്നവർക്ക് എഴുതുന്നെന്ന് വായിക്കുന്നു. We read that I write this unto the children of God who are being separated and called holy in the book of when the epistle to Thessalonians. വേർപെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, unto the saints who are called to be separated. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ച് ദൈവമക്കളെ ഈ പ്രമാണങ്ങൾ ജീവിക്കുന്നത് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയല്ല. We say that we have saved, got the anointing of the Holy Spirit and take water baptism too, but it is not to live a life which according to our own mind. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം വാക്യം, 2 Thessalonians chapter 3 and verse 6. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. 14-ാം വാക്യം,
Verse 14. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർപിരിപ്പീൻ. If any man obey not a word by this epistle, note that man have no company with him, that he may be ashamed. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള പ്രമാണങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നു. ആ ദൈവ പ്രമാണത്തിൽ ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അവരെ പരിപാലിക്കും. Dear children of God, we have been provided with all kinds of spiritual laws and doctrines, but if we live in accordance with it, God will honor us. ജോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന്റെ ഹൃദയവും മനസ്സും മനസ്സാക്ഷിയും അവൻ ശുദ്ധമായിരുന്നു. We see that the conscience and heart of Joseph was pure. അവന്റെ ഹൃദയം ശുദ്ധമായിരുന്നു, അവന്റെ മനസ്സ് ശുദ്ധമായിരുന്നു, അവന്റെ മനസ്സാക്ഷി ശുദ്ധമായിരുന്നു. His heart was pure, his mind was pure, his conscience too was pure. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്, ദൈവമക്കളെ, ജോസഫിന് ദൈവം അനുഗ്രഹങ്ങളെ കൊടുക്കുമ്പോൾ, പിതാവ് അനുഗ്രഹിക്കുമ്പോൾ പലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. That is why we read concerning several blessings with which the father blessed Joseph. 33 ആവർത്തന പുസ്തകം 33 അതിന്റെ 13 വാക്യം നമുക്ക് വായിക്കാം. Deuteronomy chapter 33 and verse 13. മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസേഫിന്റെ ശിരസിന്മേലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകമേലും വരുമാറാകട്ടെ. അവന്റെ കടിഞ്ഞൂൽ കൂറ്റൻ അവന്റെ പ്രതാപം, അവന്റെ കൊമ്പുകൾ. 33:16 മുതൽ ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. ജോസഫിന് അനുഗ്രഹമായിട്ട് നൽകുമ്പോൾ ഈ പ്രകാരം ദൈവമക്കളെ കാണുന്നുണ്ട്. പല അനുഭവങ്ങളുണ്ട്, എല്ലാം പറയാൻ സമയമില്ല. എങ്കിലും സ്വർഗത്തിലെ സകലവിധമായിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് മഞ്ഞിന്റെ അനുഗ്രഹമാണ്. There are diverse manners of blessings by which Joseph was blessed, but one particular blessing we can see that the precious things of heaven, that is the dew. അത് സ്വർഗത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതൊരു മഞ്ഞ. The blessing of heaven is the dew. എന്താണ് ഈ മഞ്ഞ്? What is this dew? ഹോസിയ പ്രവചനം 14 5 വാക്യത്തിൽ വായിക്കുന്നു. In Hosea chapter 14 and verse 5 we read, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നും. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ മഞ്ഞ് എന്ന് പറയുന്നത് ദൈവകൃപയെ കാണിക്കുകയാണ്. This dew denotes the grace of God. ദൈവമക്കളെ, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. I will be like a dew unto Israel. അവൻ ഫലപുഷ്ടിയുള്ളതായി മാറും. He will be fruitful. ദൈവസഭ ഫലപുഷ്ടിയുള്ളതായിട്ട് മാറണമെങ്കിൽ ദൈവത്തിനുള്ള ദിവ്യമായിട്ടുള്ള കൃപകളെ ദൈവമക്കൾ പ്രാപിക്കണം. The church of God to be found fruitful, children of God should receive diverse manners of graces from the presence of God. ദൈവപ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ആ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന ആ മഞ്ഞിന്റെ അനുഭവം ഉണ്ടാകണം. For we to be accepted by God, we should possess the experiences of the dew from heaven. അതുകൊണ്ടാണ് സദർശത്തിൽ ഇപ്രകാരം വായിക്കുന്നു, 19 അധ്യായത്തിൽ വായിക്കുന്നല്ലോ, അവന്റെ പ്രസാദം ഭൂമിയിലുള്ള പുല്ലിന്മേലുള്ള മഞ്ഞ് പോലെ ഇരിക്കും. Therefore we read in the book of Proverbs chapter 14 that his blessings from the heaven shall be as a dew. 19:12 വാക്യം. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞ് പോലെ. അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞ് പോലെ. But his favor is as dew upon the grass. വാടിയിരിക്കുന്ന ആ പുല്ലിന്മേൽ അല്പം മഞ്ഞ് പെയ്താല് അതിന്റെ ആ വെള്ളം നനഞ്ഞ അവസ്ഥ പെട്ടെന്നൊരു കുളിർമ ഉണ്ടാകും. We see that the spongy experiences on the ground when the dew falls upon the grass is truly a very good experience. ദൈവമക്കളെ, ജീവിതത്തിൽ ആത്മീയമായി ക്ഷീണിച്ച് തകർന്ന് അഗ്നിക്കുന്ന അവസ്ഥയിൽ ദൈവമക്കൾ വാസ്തവമായിട്ട് ആ മഞ്ഞ് അനുഭവം ഉണ്ടാകണമെങ്കിൽ ആ ദൈവകൃപ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ ഒരു ഉണർവുണ്ടാകുകയാണ്. When the children of God are found in the fainting state, when they are sorrowful, when the grace of God comes upon them as a dew, they will be truly revived. പലർക്കും ഉണർവുണ്ടാകാൻ കഴിയാതിരിക്കുന്നത് കാരണം എന്തോ കാര്യത്തിൽ തണുത്തിരിക്കുന്നു. എന്നാൽ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ
അവർ ഉണർത്തപ്പെടും. Many are found in a cool state because of diverse manners of problems. When the grace of God comes upon them, truly they will be revived. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ദൈവകൃപയിൽ നിന്ന് വീണുപോകരുത്. That is why St. Paul says you should never fall from the grace of God. ദൈവകൃപയിൽ ജീവിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഫലം കായ്പാൻ കഴിയും. If you truly live and abide in the grace of God, you will be able to bring forth fruits. ഗലാത്യലേഖനം 5:4 വാക്യത്തിൽ വായിക്കുന്നല്ലോ. In Galatians chapter 5 verse 4 we read, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണത്തോട് അനുകൂലമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവകൃപ നിങ്ങളിൽ വ്യാപരിക്കുന്നില്ല. You decide to live according to the law. If it be so, the grace of God never comes upon you. ദൈവമക്കളെ, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഒരുവന്റെ പ്രതികാര മനസ്സാ. Law shows a mind of retaliation, കോപം, anger, ശാഠ്യം, haughtiness, പ്രതികാരം, retaliation, വൈരാഗ്യം, പക വീട്ടുവാനുള്ള സ്വഭാവം, a desire to recompense others for their... ഇതൊക്കെ ഈ ആത്മാവിലാണ് വന്നിരിക്കുന്നെങ്കിൽ ദൈവകൃപ നിങ്ങളിൽ വ്യാപരിക്കത്തില്ല. If you are seated here with all these spirits, the grace of God will not work in you. ഇവിടുന്ന് പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? What does St. Paul say here? ഒന്നുകൂടെ വായിച്ചാട്ടെ. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നുവെങ്കിൽ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവമക്കളെ, ക്രിസ്തുവിനോട് നിന്ന് വേർപെടാതെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ കൃപ നിങ്ങളിൽ വ്യാപരിക്കും. If you do not sit apart from Christ but cleave unto him, that grace will work in you. ക്രിസ്തുവിന് വേർപെട്ടു പോയാൽ കൃപയും വേർപെട്ടു പോയി. If you go astray from Christ, then you are gone astray from grace. കാരണം നമ്മുടെ കർത്താവ് കൃപാലുവായ ദൈവമാണ്. Because our God is a God of grace. ആ കൃപാലുവായിരിക്കുന്ന കർത്താവിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം. For the grace of this gracious God to abide in us, we should live cleaved unto the Lord. രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചത് അനേക നാളുകളിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പോലും ഇന്നും പലരും ന്യായപ്രമാണത്തിന് അടിമയാണ്. Even many Pentecostal people who are God saved, receive the anointing of the Holy Spirit and abide by the laws and doctrines of this church, even today they are found there to be found under the law. ദൈവപ്രമാണങ്ങളും ഉപദേശങ്ങളും അനുഭവങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ആർക്ക് ഇത്ര പാലിക്കാൻ കഴിയും, ആരത് അംഗീകരിക്കാൻ കഴിയും, അതൊക്കെ എന്തോ എന്നുള്ള നിലയിലുള്ള ചിന്തയാണെങ്കിൽ നീ ന്യായപ്രമാണത്തിലായിപ്പോയി. When laws and doctrines are being given, if you are found under subjection to the thought, who will be able to live according to this all? Who will be able to abide in all these? If you say so, truly you are found under the law. മറ്റു ബന്ധക്കോസ്തുകാർ പറയുന്നത്, മറ്റു ബന്ധക്കോസ്ത് സഭയിലുള്ള ശുശ്രൂഷകർ പറയുന്നത് ഇങ്ങനെയാണ്. The ministers in other Pentecostal churches say so. എവിടെ പോയാലും ഈ ദൈവബന്ധ മിഷനിൽ പോകാൻ പാടില്ല. You can go to any other churches but never go to the TPM church. TPM സ്ഥലത്തിൽ പോകരുത്. Never go to the TPM church. അവരുടെ ഉപദേശം കഠിനമാണ്. Their doctrines is very hard. നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. You will not be able to live in accordance with them. കഠിനമല്ലാത്ത അല്ലെങ്കിൽ ശക്തമായ തികവിന്റെ പ്രമാണം കൊടുക്കാത്ത സഭയാണെങ്കിൽ നിശ്ചയമായും അവർ ന്യായപ്രമാണത്തിന് കീഴിലുള്ളത് തന്നെയാണ്. If it be a church which is unable to give a doctrine which is a doctrine of perfection, then it is truly found under the law. എന്നാൽ ദൈവത്തിന്റെ കൃപയുടെ പ്രമാണത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിശ്ചയമായും കൃപാലുവായ യേശുവിന്റെ സാന്നിധ്യം നമ്മോട് ഉണ്ട് ദൈവമക്കളെ. But when we call upon the law of grace, we will be able to experience the presence of a glorious gracious Jesus. ആ കൃപാലുവായ ദൈവത്തോട് ചേർന്ന് ഈ കൂട്ടായ്മ ആചരിപ്പാൻ ലഭിച്ച ദൈവമക്കളെ കരങ്ങളെടുത്ത് അന്യന് പറയാമോ? ഹല്ലേലൂയ! എത്ര വലിയ ഭാഗ്യമാണ്. What a great luck we have received. ന്യായപ്രമാണത്തിന് അടിമയായിരിക്കരുത്. We should not be a slave unto the law. ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി കോപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതികാരത്തിന് വേണ്ടി ചിന്തിച്ചിരിക്കുന്നവർ. If someone come to us being hot tempered, we should not find a method to retaliate. ഈ അടുത്തിടയ്ക്ക് ഒരു അതിരുതർക്കം ഉണ്ടായി. Recently there was a strife concerning the land. അതിരുതർക്കം ഉണ്ടായപ്പോൾ അവർ ചില വ്യക്തികൾ ഒരു ഏകദേശം ഒരു എത്രയോ ഒരു 2 ചങ്ങല നീളത്തിലുള്ള വസ്തു 1.5 അടിയോളം അടുത്തൊരാളെ എടുത്തു. One of the person took for himself 1.5 feet, which is a very major portion of the land for himself. നമ്മുടെ വിശ്വാസി വന്നു. One of our believer came. മധ്യസ്ഥന്മാർ വന്നു. And many people came for their to intercede too. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ വിശ്വാസി പറയാൻ, ഇവരാരും നിങ്ങളുടെ ആടേ ആവശ്യമില്ല, തനിക്ക് ഇത്രയും വസ്തുവിടെ വേണമെന്ന് ആഗ്രഹിച്ചു, പുണ്യ എടുത്തോട്ട്, എനിക്ക് പ്രശ്നമില്ല, എൻ്റെ 2 സെൻറ്റോ 3 സെൻറ്റോ പോവാതിരിക്കാം, എന്നാൽ എനിക്ക് എന്നും കൊണ്ടുപോകാനില്ല, ഇത്രയും മതിയോ?
അത് എടുത്തോട്ടെ. This believer said immediately, you need not bring anyone to speak for her sake. He wanted such and such a portion of the land, and therefore he took it, and therefore I too agree with it. ഈ വെട്ടിയെടുത്ത വ്യക്തി അദ്ദേഹത്തെ നോക്കിയിരുന്നു. And this person who took his land, possessed his land, looked into his face. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും അങ്ങ് എടുത്തിട്ട് ഞാൻ അങ്ങ് മതിൽ കെട്ടിക്കോട്ടെ. How much portion you want, you can take for yourself. The rest of the portion I will build a wall. മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല. There's no need for anyone to stand for your sake and speak. മക്കളെ, അതാണ് സമാധാനത്തിന്റെ പ്രമാണം. And this is the law of peace, dear children of God. അയ്യോ, ചിലര് ദൈവമേ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ട് ദൈവമേ ആ സഹോദരന്മാരിൽ ബന്ധമില്ല, സഹോദരിന്ന് ബന്ധമില്ല, അപ്പനെന്നില്ല, അമ്മയെന്നുമില്ല പറയുന്ന വാക്കുകൾ കേട്ടാൽ അവൻ എവിടെ പോകാൻ കിടക്കുന്ന അറിയാമയ്യ. ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം തന്നെയാ. Many children of God speak many kinds of abusive language without looking whether it is a father or mother or sister or brother, because all this takes place because they have fallen from the grace of God. അതുകൊണ്ട് ദൈവകൃപയിൽ നിന്ന് വീണ്ടും പോയിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് പറയുന്നു. Saint Paul says concerning the children of God who have fallen from grace, my children. ന്യായപ്രമാണത്തിന്റെ കീഴിലെങ്കിൽ നിങ്ങൾ ശിശുപാലകരാണ്. If you are found under the law, you are found to be childish. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ കീഴിലായിരിക്കുന്ന സഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുന്ന ശിശുപാലകന്മാരാണ്. That is why he says unto the children of God who are found under the law that they are found to be childish nature. നിങ്ങൾ ഇന്ന് ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുന്നുവെങ്കിൽ കൃപയിൽ നിന്ന് വീണുപോയി ദൈവ സാന്നിധ്യമില്ലാതെ നിങ്ങൾ അകന്നു പോയിരിക്കുകയാണ്. If you are found to be fallen from grace, then you are gone astray from Christ, then you are gone away from the law of God. ഞാൻ നേരത്തെ പ്രബോധനത്തിൽ പറഞ്ഞതുപോലെ, before in the exhortation I mentioned, ആദാമിനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് ആദാവെന്ന് പേരിട്ടു, രണ്ടുപേർക്ക് ഒരു പേര് എന്ന് വിചാരിച്ചു. Adam was created and we can consider that both were given the same name. നിയമം ലംഘിച്ച് അവൻ പുറത്തുപോയി. He transgressed the law and he was cast out. അപ്പോഴും അവനെ വിളിക്കുന്നത് ആദാമേ നീ എവിടെയെന്നാ. Even at that time to God calls him, Adam, where art thou? നിയമം ലംഘിച്ച് പുറത്തുപോയപ്പോൾ അവന്റെ പേര് മാറിയിട്ടില്ല, ആദാം തന്നെയാ. He transgressed the law and was sent out, but even then his name was not changed. His name is still Adam. സംസർഗം വിട്ടുപോയി. He went astray from the communion of God. ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. He went away from the fellowship with God. ദൈവവുമായുള്ള ബന്ധം സംസർഗം വിട്ടുപോയപ്പോൾ അവന്റെ കൃപയിൽ നിന്ന് വീണുപോയി. When he went astray from the fellowship with God, he fell from the grace of God. കൃപയിൽ നിന്ന് വീണുപോയിരിക്കുന്ന മനുഷ്യന്റെ ദൈവതേജസ്സ് നഷ്ടപ്പെട്ടുപോയി. For the man who fell from the grace of God, he lost the glory of God too. നേരത്തെ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞാൽ അതുപോലെ നടക്കുമായിരുന്നു. Before, when he asked God a particular matter, it happened so. ആദാം പറയുന്ന പോലെ പക്ഷികൾ മൃഗജാതികളൊക്കെ അനുസരിക്കുമായിരുന്നു. Just as Adam said, all the fowls of the air and the beasts too obeyed him. ഇന്ന് ആദാമിനെ കാണാമെങ്കിൽ സിംഹം കടിച്ചു കീറും. But now when on seeing Adam, the lion would start to roar. ദൈവപ്രമാണം വിട്ടുപോയിരിക്കുന്ന ദൈവമക്കളെ പറ്റി പറയുന്ന വാസ്തവമായിട്ട് ശത്രുവായ പിശാച് അലറുന്ന പോലെ നിൽക്കുന്ന കാരണം ദൈവമായുള്ള സംസർഗം വിട്ടുപോയതുകൊണ്ടാണ്. Dear children of God who are gone astray from the law of God, you can see Satan like a roaring lion. All these only because you have fallen from the grace of God. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമ്മുടെ പേരൊന്നും മാറുന്നില്ല, നമ്മുടെ കൂട്ടായ്മയും മാറുന്നില്ല, സഭയും മാറുന്നില്ല. Our name doesn't change, even our church too does not change. സ്വഭാവത്തിന് മാറ്റമില്ല. But there's no change in character. പേര് കിടക്കുക. The old name still exists. നമ്മുടെ വെലങ്കര ഞങ്ങളുടെ വീട്ടിനടുത്ത് മുകളിൽ തന്നെ ഒരു LPS സ്കൂൾ ഉണ്ട്. LPS സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, LPS സ്കൂൾ. Next to my house at Vilangara we have an old school. അത് ഒരു ടീച്ചർ അവിടെ പഠിപ്പിച്ചിരുന്നു. One teacher, there was a teacher. തുടക്കത്തിൽ തന്നെ ഒരു ടീച്ചർ പഠിപ്പിച്ചിരുന്നു. Even from the beginning of the school, one teacher was teaching there. അവരെ അറിയപ്പെടുന്ന പോലെയാണ് ആ സ്കൂൾ അറിയപ്പെടുന്നത്. And according to her name and the fame she possessed was the school well known. ഞാൻ അത് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. I do not want to mention it in this way. ഇപ്പോഴും അറിയുന്നത് ഏത് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയത്തില്ല. ആ പഠിപ്പിച്ച അധ്യാപികയുടെ അവരാരായിരുന്നു ആ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. Even today that school is not named as known as a government school, but known by the name of the particular teacher who taught them. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് വേല ചെയ്യുമ്പോൾ once when I was serving the Lord at a particular place, ഞാൻ ഒരു വിശ്വാസത്തെ തേടി പോയി. I went in search of a believer. അവിടെ ചെന്ന് ആ വിശ്വാസിയുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. Just in front of the house of the believers I was standing. അതിന്റെ ഒറിജിനലായിട്ട് പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു. I actually forgot his true name. ഇന്ന സഹോദരന്റെ വീട്, ഇന്ന ആളുടെ വീട് അറിയാമോ എന്ന് ചോദിച്ചു. I inquired of this particular brother's house. അങ്ങനെ ആൾ ഇവിടെ ഇല്ലല്ലോ. No, we don't have such a brother here.
അപ്പോൾ എന്നോട് പറഞ്ഞു വന്ന ആൾ പറഞ്ഞു, ആ പേരിൻ്റെ പുള്ളി അറിയുന്നില്ലെങ്കിൽ പുള്ളി അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട്. The particular brother who told me concerning him said, if you are unable to find out him with his own name or true name, there is another name by which he is known. അത് ഒറിജിനൽ പേരല്ല. But it is not known his true name. പൊതുജനം ഇട്ടിരിക്കുന്ന സ്വഭാവത്തിനനുസരിച്ചിട്ടിരിക്കുന്ന പേരാ. According to his character, he was given a name by the common people. ഞാൻ ചോദിച്ചു, ഇന്നാള് അയ്യോ ആ വീട് ഇതാ വീട്. That, and when I asked with that name, the people said that immediately this is that house. His original name was not familiar with all, but the other name was familiar with all. I was inquiring his house, just standing in front of his house because I was new to that particular area. The common people of the land have put names for many people. There are many names for your house. ദൈവമക്കളെ, എന്നാൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് വിശുദ്ധന്റെ പേര് അവിടെ ഉണ്ടായിരിക്കും. But the children of God who truly live in holiness, they will have a holy name. ഞാൻ ആലപ്പുഴ കർത്താവിൽ വേല ചെയ്യുമ്പോൾ, when I was serving the Lord at Alapura, അവിടെ ഒരു ദൂരെ താമസിക്കുന്ന ഒരു കുടുംബം വിശ്വാസിയുണ്ട്. There was a believer who was staying far off. അവർ ബസ്സിൽ ഒരു ജംഗ്ഷനിൽ ഇറങ്ങി. I went to the bus and got on at a junction. ആ ജംഗ്ഷനിൽ ഇറങ്ങി ചോദിച്ചാൽ മതി, ഇന്ന ആടെ പേര് പറഞ്ഞ അവര് കൊണ്ട് കാണിക്കുന്നു പറഞ്ഞു, ആരെങ്കിലും കാണിക്കുന്നു പറഞ്ഞു. Someone told me when you step down to the junction and ask him by this name, they will take you to that particular house. ജംഗ്ഷനിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. I got down at the junction and was standing so. ഒരു ഹൈന്ദവനായിരിക്കുന്ന ഒരു പിതാവ് എൻ്റെ അടുക്കൽ വന്നു. A person belonging to a Hindu family came to me. എന്താ അച്ചോ ഇവിടെ നിൽക്കുന്നേ? Why do you stand here, O priest? He asked me. എനിക്ക് ഇന്നാടെ വീട്ടിൽ പോകാൻ, ആ വീട് അറിയാൻ വയ്യ. I want to know where the house of this particular man lies. പുള്ളി പറഞ്ഞ വാക്കറിയാമോ? Do you know the word which he uttered? ഞാൻ ആ വീട് കൊണ്ട് കാണിക്കാം. I will take you to that house. ഞങ്ങളുടെ ദേശത്തിന്റെ ദൈവമാണ് പുള്ളി. He is the God of our land. ഹിന്ദുക്കളെന്നോ മുസ്ലിമെന്നോ ഹൈന്ദവരെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു പോയിട്ട് പ്രാർത്ഥിക്കുകയും നന്മ ചെയ്യുകയും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദേശത്ത് എന്ന് പുള്ളി പറഞ്ഞിട്ട് ഞങ്ങളുടെ എൻ്റെ മുന്നാലെ പോവുകയാണ്. He said that without any racial discriminations, whether he is a Hindu or Muslim or so and so, he goes to each and every houses and gives alms to the poor and prays for all too. He is the God of this land. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് എൻ്റെ കൂടെ വന്നു. For 1 kilometer he walked along with me from the junction. ആ അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ ഞാൻ ഒന്നുകൂടെ തല നൂത്താ ഞാൻ പോയത്. I lifted up my head and walked with him. കാരണം അത്ര മാതൃകയുള്ള ജീവിക്കുന്ന നല്ലൊരു വിശുദ്ധനായ ഒരു വ്യക്തിയാണെന്ന് ദേശത്തിന്റെ സമൂഹത്തിന്റെ സാക്ഷി ലഭിച്ചപ്പോൾ തന്നോടെ പോയത് ദൈവമക്കളെ തല നൂത്തുമായി പിടിച്ചോണ്ടാ പോയത്. Dear children of God, because he received a very good testimony by the society and even from the people of the land concerning his exemplary life, I lifted up my head and walked along with him. ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളെ നിശ്ചയമായിട്ടും അതേവിധമുള്ള സാക്ഷി പ്രാപിക്കാൻ കഴിയും. Dear children of God who live in the grace of God, you can receive a life of witness from the children of God. ജോസഫിന് ദൈവം അനുഗ്രഹം കൊടുക്കുമ്പോൾ അവന്റെ മേൽ ഇതാ മഞ്ഞ് വർഷിച്ചതായി കാണുന്നു. When God blesses Joseph, we see that he shed upon him the dew. എന്താണ് ഈ മഞ്ഞ്? What is this dew? It shows the grace of God. എന്താണ് മഞ്ഞ്? What is dew? അത് ദൈവപ്രസാദത്തെ കാണിക്കുന്നു. It denotes the favor of God. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെങ്കിൽ പേരും നാളൊക്കെ ലഭിച്ചേക്കാം, പക്ഷേ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നുവെങ്കിൽ ആ കൃപയുടെ ശക്തി വിട്ടുമാറത്തില്ല. We might possess good name in the land, but if we do not live according to the grace of God or live in the grace of God, we cannot possess a good name from our God. ദൈവത്തിന് സ്തോത്രം. Praise be to God. പത്രോസ് ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 2 പത്രോസ് ലേഖനം 3:18 വാക്യത്തിൽ വായിക്കുന്നു. In 2 Peter chapter 3 and verse 18 we read, കൃപയിലും നമ്മുടെ കർത്താവിന്റെ ക്രിസ്തുവിലും യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ക്രിസ്തുവിലും കൃപയിലും ദൈവപരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുവിൻ. You grow in Christ, in grace and in the knowledge of God. 67 സംഘത്തിൽ 1 വാക്യം വായിക്കുമ്പോൾ in Psalm 67 verse 1 we read, നമ്മൾ എങ്ങനെ വളരണം? How should we grow? ദൈവകൃപയിൽ. We should grow in the grace of God. വായിച്ചാട്ടെ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇന്ന് പൗർക്കാലം ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച് നയിക്കട്ടെ. This morning let God be merciful unto us and bless us.
ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ദൈവകൃപയിൽ നാം സൂക്ഷിക്കപ്പെടണമെങ്കിൽ സൂക്ഷിക്കപ്പെട്ടാൽ ദൈവത്തിനുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. Dear children of God, if we are kept by the grace of God, we will be able to receive blessings from God. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്താണ് ജോസഫിന് കൊടുത്ത അനുഗ്രഹം? What was the blessing which Joseph received? മഞ്ഞുപോലെ ഇരിക്കും. I will be like a dew unto you. ഇന്ന് പോൽക്കാലം ദൈവമക്കളെ അതേ വാഗ്ദത്തം, അതേ വചനം നമ്മോട് സംസാരിക്കുന്നു. ഞാൻ നിനക്ക് മഞ്ഞ് പോലെ ഇരിക്കും. Even this morning, the same word of God speaks to us too. I will be like a dew unto you. ആ മഞ്ഞ് വർഷിക്കുമ്പോൾ നല്ല പച്ചയായിട്ടിരിക്കും. When the dew falls, the grass will be seen with wood. ഇപ്പോൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ടൂറായിട്ട് ഇപ്പോൾ കേരളത്തിൽ മറ്റു ജനങ്ങൾ വരുന്നതിന്റെ കാരണം ഈ പച്ചത് കാണാൻ, പ്രകൃതിയുടെ സൗന്ദര്യത്തെ കാണാൻ വേണ്ടിയാണ്. The green color all around seen in the nature is very attracting, and in order to see this, many people come from abroad. ദൈവമക്കളെ, പ്രകൃതിയുടെ സൗന്ദര്യത്തെ കാണാൻ അവരെത്രയോ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നാട്ടിലേക്ക് വരുന്നത്. In order to enjoy the beauty of nature, they spend lots of money and come to Kerala. നമ്മുടെ ദൈവമക്കളെ സൗന്ദര്യത്തെ ദൂതന്മാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Our beauty is viewed by the angels too. ചിലരുടെ മുഖത്ത് നോക്കിയാൽ മ്ലാനതയാ. But many faces are found sullen. എന്തോ നഷ്ടപ്പെട്ടു പോയുള്ള നിരാശയാ. They are found in depression, having lost something. നമ്മുടെ ദാനോട്ടി പാസ്റ്റർ സൗഖ്യമില്ലായിരുന്നപ്പോൾ Pastor Daniel Kuti, when he was ill at Kundra, തന്റെ അവസാന ഘട്ടത്തിൽ at his final stage, തന്റെ മുഖം പ്രകാശിക്കുന്നത് കണ്ടു. his face started to shine. താൻ എപ്പോഴും മരിക്കുന്നവരെയും താൻ സ്തോത്രം 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 ഏകദേശം 2.5 മണിക്കൂറോളം തന്നെ പറഞ്ഞു. Until he reached the point of death, continuously for 2 hours he said, praise the Lord. തന്നിലൊരു ശക്തി ഉണ്ടായിരുന്നു. A power was found in him. There was a glory in him. തന്നിലൊരു കൃപ വ്യാപരിച്ചിരുന്നു. There was a grace in him. അത് അവസാനം വരെയും താൻ പാലിച്ചു. Until the last moment, that grace was found in him. ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അവസാനത്തിൽ അത് ഫലം കായ്ക്കും. If the grace and presence of God is always found with us, at our end time it will become fruitful. നമ്മുടെ ദൈവസ്ഥനിൽ ചേർക്കപ്പെട്ടതായ പാസ്റ്റർ ടി.യു. തോമച്ചാൻ അല്ലെങ്കിൽ ചീഫ് പാസ്റ്റർ, Our chief pastor, Pastor T.U. Thomas, when he gathered in the presence of God, തന്റെ ശുശ്രൂഷയിൽ മുഴുവനും ഏത് സമയത്തും ഗ്രേസ് കൃപ 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 എന്ന് ഞാൻ പറയും. all through his ministry he used to mention this particular word, grace, grace. എപ്പോഴും ദൈവമക്കളെ തന്റെ വായിൽ കൃപ കൃപ എന്ന് പറയും. Always this word grace was found in his mouth. മരിക്കാൻ നേരത്ത് When he is fated to die, 3 പ്രാവശ്യം ഗ്രേസ് 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 എന്ന് പറഞ്ഞു മരിച്ചു. 3 times he said grace, grace, grace and died. 3ാമത്തെ പ്രാവശ്യം കൃപ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. When the 3rd time he said grace, God gathered him to his presence. അവസാന ഘട്ടത്തിൽ താൻ ശുശ്രൂഷിച്ച ഒരു പൈതൽ എന്നോട് കൂടെ ഇരുന്ന വ്യക്തി പറഞ്ഞാണ്, ലാസ്റ്റിൽ 3 പ്രാവശ്യം കൃപ എന്ന് പറഞ്ഞു. 3ാം പ്രാവശ്യം കൃപ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. The brother who was ministering him told me that the 3 times he mentioned the word grace, and when the 3rd time he told grace, he was gathered to the presence of the God. സ്വർഗ്ഗത്തിലെ സകലവിധ മാനിക്കുന്ന അനുഗ്രഹത്താൽ ഇന്ന് മുഴുവൻ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവമക്കളെ, ആ കൃപയിൽ നിന്നെ ശക്തീകരിക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. God desires this morning to fill us with all kinds of heavenly blessings, and it is the grace of God, and it is this grace that he wants to bless you. ആ കൃപ വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തമായി ഒരു ഹല്ലേലൂയ പറയട്ടെ. Praise the Lord. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ അറിയാമെങ്കിൽ കുറച്ച് പറയട്ടെ. അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ ഒഴിഞ്ഞു, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ആശ്രയിച്ച് അവന്റെ കാഴ്ചയുടെ പിന്തുടരുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായിട്ടും ആ കൃപ അവസാനം വരെയും നിന്നെ സൂക്ഷിക്കും. ദൈവമക്കളെ, Dear children of God, if you are found in the grace of God, and if you follow the footsteps of this grace till the very end, God will preserve you. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 33-14 വായിക്കുമ്പോൾ Deuteronomy chapter 33 and verse 14 we read, ജോസഫിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ മറ്റൊരു അനുഭവമാണ്. another experience with which God blesses Joseph is 14 വാക്യം. സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം
Precious fruits brought forth by the sun. എന്താണ് സൂര്യനാൽ ഉളവാക്കുന്ന വിശേഷിക്കപ്പെട്ട ഫലം? What is this precious fruits brought forth by the sun? ഈ സൂര്യനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവമക്കളെ അത് യഹോവയായ ദൈവം സൂര്യനും പരിചയമാണെന്ന് വായിക്കുന്നു. We see that the Lord God is a sun and shield when we consider the word sun. 84-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം. Psalm 84 verse 11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. അവന് ലഭിക്കുന്ന അനുഭവം മഹത്വവും മഹിമയും ലഭിക്കും. Lord God is a sun and shield, and the blessings which we receive from him is grace and glory. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. ദൈവം കൃപയും മഹത്വവും നൽകുന്നു. God gives grace and glory. പിന്നെ പറയുന്നു നേരായി നടക്കുന്നവർക്ക്, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. No good thing will he withhold from them that walk uprightly. ദൈവത്തിന് സ്തോത്രം. Praise be to God. യോസഫിനെ വഴി നടത്തിയത് ദൈവമക്കളെ ദൈവത്തിന്റെ കൃപയായിരുന്നു. Dear children of God, it was this grace of God which led Joseph. യോസഫിനെ നടത്തിയത് അവന്റെ മഹത്വമാണ്. That which led Joseph was his glory. അതുകൊണ്ടാണ് അവനൊരു മഹത്വ സിംഹാസനം ലഭിച്ചത്. And it is by reason of this he received a glorious throne. അവന് തെറ്റായ നിലയിൽ യോസഫിനെ കാരാഗൃഹത്തിൽ അടച്ചപ്പെട്ടു. Joseph was imprisoned with a wrong intention. അവനൊരു ഒരു മഹത്വം ഉണ്ടായിരുന്നു. But the glory was with him. എന്തുകൊണ്ട്? Why? ജോസഫിനോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. Because God was found with Joseph. ജോസഫിനോട് കർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ദൈവമക്കളെ അതെന്താണെന്ന് അറിയാമോ? അവന്റെ മഹത്വം അവനെ പിന്തുടർന്നു. God was with Joseph because his glory followed him. എന്നാൽ മരിക്കുന്ന ഒരു വ്യക്തിയിൽ മഹത്വം പിന്തുടരുന്നില്ല. But a person who is fated to die, this glory does not follow. വായിക്കുന്നത് അവന്റെ മഹത്വം അവനെ പിന്തുടരത്തില്ല. His glory shall not follow him. അവൻ ജീവനോടിരുന്നപ്പോൾ ഭാഗ്യവാനെന്ന് എല്ലാവരും പറഞ്ഞു. While he was alive, he said that he was a fortunate person. എല്ലാവരും പ്രശംസിച്ചു. All exalted ഭൂമിയിൽ him. മഹത്വം ഉണ്ടായിരുന്നു. All of the end of the earth he was praised. മരിക്കുന്നവന് ഒരു മഹത്വം പിന്തുടരുന്നില്ല. But all those who die, they do not have a glory. എന്നാൽ നിദ്ര കൊള്ളുന്നവന് മഹത്വം പിന്തുടരും. But those who come to eternity, there the glory will follow. മരിക്കുന്നവന്റെ മരണത്തിന് എനിക്ക് ഇഷ്ടമില്ല. I do not like the death of the one who died. മക്കളെ ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവർക്ക് ആ മഹത്വം പിന്തുടരും. But those who are found to be in the grace of God, in the grace of Christ, this glory will follow them. നാനാവിധ പരിശോധനയിൽ കൂടെ കടന്നുപോയ യോസഫിന്റെ കൂടെ മഹത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒടുവിലായിട്ട് അവൻ മഹത്വ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടത്. With Joseph, who went through various kinds of trials and tribulations, the glory was seen, and that is why at the time of his death, and at the end time, he received a glorious throne. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നിശ്ചയമായിട്ടും അവനോടുകൂടെ കൃപയും മഹത്വം ഉണ്ടായിരുന്നു. The children of God who was called by God, the children of God who are being led by God, we can see that the glory is found with them. ദൈവത്തിന് സ്തോത്രം. Praise be to God. ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്താ അറിയാമോ? That which is essential in our lives is സൂര്യൻ എന്ന് പറയുമ്പോൾ അത് നിർമ്മലതയെ കാണിക്കുകയാണ്. Sun shows purity. ഉത്തമഗീതം 6-10 വാക്യത്തിൽ വായിക്കുന്നു. In Song of Solomon chapter 6 and verse 10 we read, സൂര്യനെ പോലെ നിർമ്മലതയും. Who is she that looketh forth as the sun? സ്വർഗ്ഗത്തിലെ അനുഗ്രഹത്താൽ നമ്മെ നിറയ്ക്കുന്നു. അഥവാ സൂര്യനായി ഉളവാകുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിന്നെ നിർമ്മല മനസ്സാക്ഷിയോടെ നടത്തുന്ന ഒരു ശക്തിയാണ്. When God fills us with the blessing of heaven, or when he fills us with the blessing as that of a sun, it means that God lives us with the purity. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം ഉള്ളോരിവൾ ആർ. സൂര്യനെ പോലെ നിർമ്മലതയും, clear as the sun. ദൈവത്തിന് സ്തോത്രം. Praise be to God. സൂര്യനാൽ ഉളവാകുന്ന ഫലം എന്ന് പറയുമ്പോൾ അത് നിർമ്മലതയിൽ നിന്നെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്ന ഒരു ശക്തിയാണ്. The fruit of the sun is the power which takes you to the presence of God with pureness. ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും കേവലം നിർമ്മല മനസ്സാക്ഷിയോട് ജീവിക്കുന്നു പറയുവാൻ കഴിവുള്ളവർ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് കൈവക്കും? How many of you will be able to lift up your hands if I ask you how many of you do live with a pure conscience?
ഇവിടെ നിങ്ങളുടെ വീട്ടിലുള്ള ടെലിവിഷനും അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ പോലും പ്രയാസപ്പെടുന്നവരുണ്ട്. പിന്നെ എങ്ങനെ നിർമ്മലതയിൽ നിൽക്കുന്നത്? Many are unable to cast away the television in your houses when you are asked to remove them too. If it be so, how can you say that I am pure? ആരും അറിയാതെ മുറിക്കകത്ത് വെച്ച ശേഷം കാണുന്ന സംവിധാനങ്ങളുണ്ട്. Unknown to others, there are many utensils by which you can skip it in your room and see secretly. ഈ പേപ്പറിന്റെ കലത്തിൽ അത്രയും വലിപ്പം പോലും ഇല്ലാത്തായ ഇതിന്റെ 4-1 വലിപ്പമുള്ള സാധനങ്ങൾ കയ്യിലുണ്ടെന്നാ പറയുന്നത്. It is said that there are many things which you possess which is not even 1/4 of this paper, so small, and you can watch in it. എങ്ങനെ മഹത്വം പ്രാപിക്കാൻ കഴിയും? How can you receive the glory of God? കുടുംബത്തിൽ യേശുവിന്റെ മഹത്വം ഉണ്ടോ? How can is there the glory of Jesus in that family? നിശ്ചയമായിട്ടും മരിച്ചു പോകുന്നവന്റെ ജീവിതത്തിൽ മഹത്വം Dear children of God, in a dead man the glory of God does not pursue him. എന്നാൽ നിദ്ര കൊള്ളുന്നവർക്ക് മഹത്വം പിന്തുടരും. But in eternity our glory will pursue us. നമ്മൾ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ അവസാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കൊരു മഹത്വം ഉണ്ട്. If we live in Christ and end in Christ, truly we have a glory. നാം മഹത്വം പ്രാപിപ്പാനല്ലോ നമ്മെ സുവിശേഷഘോഷണത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കിയത്. He has made us wise in the gospel of God that we might attain this glory. ദൈവമക്കളെ, നിശ്ചയമായിട്ടും ദൈവം അങ്ങനെയുള്ളവർക്ക് ഒരു സിംഹാസനം ഒരുക്കുന്നുണ്ട്. അത് സൂര്യനാൽ ഉളവാക്കുന്ന ഒരു സിംഹാസനമാണ്. And for such a people God is preparing a glorious throne on which comes out of the sun. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 89:36 വാക്യത്തിൽ വായിക്കുന്നു, സിംഹാസനത്തിന്റെ വിശേഷതയെ കുറിച്ച് പറയുന്നുണ്ട്. In Psalm 89 and verse 36 the glory of the throne is mentioned. 36 വാക്യം. അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അവന്റെ സിംഹാസനം കർത്താവിന്റെ മുൻപിൽ സൂര്യനെ പോലെ ഇരിക്കും. His throne shall be as the sun before God. ദൈവത്തിന് സ്തോത്രം. Praise be to God. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ വെളിച്ചമാണെന്ന് വചനം. The brightness of the sun we can see it in the daytime. വർണ്ണിക്കാൻ കഴിയാത്ത പ്രകാശം. It is one which cannot be revealed. നമുക്ക് ദൈവം ഒരുക്കുന്ന സിംഹാസനം അത് സൂര്യനെ പോലെ പ്രകാശമുള്ള സിംഹാസനമാണ്. And the throne which God prepares for us is similar to the sun. ദൈവമക്കളെ, നിശ്ചയമായിട്ടും ജോസഫിന് കൊടുത്ത അനുഗ്രഹം എന്താണ്? സൂര്യനാൽ ഉളവാകുന്ന വിശേഷമായ അനുഭവം. The blessing with which Joseph was blessed was with special experiences from the sun. പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സിംഹാസനം എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രകാശമുള്ള മഹിമയുള്ളായ മഹത്വമുള്ളതായ തേജസ്സുള്ള സിംഹാസനമാണ്. Dear children of God, the crown which God prepares for you and me is full of splendor, of brightness and of glory. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവത്തിന്റെ സഭ സൂര്യനെ അണിയണം. The church of God should be clothed in sun. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. In the book of Revelation chapter 12 and verse 1 we read, സൂര്യനെ അണിഞ്ഞ സ്ത്രീ. there was a woman clothed with the sun. ദൈവമക്കളെ, നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മഹിമയുണ്ട്, ദൈവപ്രകാശമുണ്ട്, ദൈവസഭ ഉണരണം. By the glory of God, by the brightness of God, the church of God should be revived. സൂര്യനെ അണിഞ്ഞ സ്ത്രീ. A woman clothed with the sun. ദൈവസഭ സൂര്യനെ അണിയണം. The church of God should be clothed with the sun. ദൈവസഭ ദൈവത്തിന്റെ പ്രകാശത്തെ ധരിക്കണം. The church of God should put on the brightness of God. ദൈവസഭ പിതാവിനെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ ധരിക്കണം. The church of God should put on the name of the Father and the Holy Spirit. അവനോട് ചേർന്ന് നമ്മൾ ജീവിക്കണം. And we should live together with them. ദൈവത്തിന് സ്തോത്രം. Praise be to God. സൂര്യനെ അണിഞ്ഞ സ്ത്രീ. A woman clothed with the sun. അവരാണ് ദൈവമക്കളെ, അവിടെയാണ് ഒരു ജയം കൊണ്ട വിശുദ്ധന്മാരെ ജനിപ്പിക്കുന്നത്. And only they can be able to give birth to a victorious man child. അതുകൊണ്ടാണ് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ശുശ്രൂഷക്കാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടുന്ന സുവിശേഷം ദൈവ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. That's why God has given the gospel unto the servants of God, or the apostles, by which they will be able to present every man perfect in Christ Jesus. 26 വർഷക്കാലം മറ്റ് ഒരു ബെന്തക്കോസ് സഭയെ ചർച്ച പറയുന്നില്ല. ബെന്തക്കോസ് സഭയിൽ ആ കൂട്ടായ്മ ആചരിച്ച ഒരു സഹോദരൻ നമ്മോട് ഐക്യപ്പെട്ടു. One brother joined with our church who for 26 years was found in another church, as a member of another church. താൻ ഒരിക്കൽ എഴുന്നേറ്റ് നിന്നൊരു സാക്ഷി പറഞ്ഞു. Once he got up and testified this way, ഞാൻ 26 വർഷക്കാലം എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. 26 years I have lost in my life, I think in this way. വിശുദ്ധി എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവിടെ കേൾക്കാനില്ലായിരുന്നു. Not even once the word holiness was mentioned in that church. നിങ്ങൾ വേർപാട് പാലിക്കണം എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. Not even the word. Once I heard the word saying you have to keep a life of separation. പാസ്റ്റർമാരില്ലാത്തപ്പോൾ ഞാനാണ് അത് ശുശ്രൂഷ ചെയ്യുന്നത് താൻ പറയുണ്ടായി. In the absence of the pastors, I was the one who ministered in the church. ഞാൻ ഉച്ചരിച്ചിട്ടില്ല. But I too have never spoken of it. വിശുദ്ധിയുടെ ആഴത്തെക്കുറിച്ച് അറിഞ്ഞത് ഈ കുട്ടായി വന്നതിന് ശേഷം നാളുകൾക്ക് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ
26 വർഷക്കാലം എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്നത് പരസ്യമായി സാക്ഷി പറഞ്ഞു. In the comments, in front of the audience, he said that I have lost the past 20 years and concerning holiness, and I came to know only after coming into this fellowship. ദൈവസഭ സൂര്യനെ അണിഞ്ഞവരായിരിക്കണം. The church of God should be clothed with the sun. യഹോവയായ ദൈവം പിതാവായ ദൈവം സൂര്യനും പരിചയമാകുന്നല്ലോ. The Lord God, the Father, is a sun and shield. അവനോട് കൂടെ അവന്റെ തേജസ്സിൽ അവന്റെ മഹിമയിൽ നാം ജീവിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ദൈവമക്കളെ നമുക്ക് ജനത്തെ ആ നിലയിൽ നടത്തുവാൻ കഴിയും. Along with them, along with their glory and along with their honor, we too are found, then we too will be able to lead the people to that perfection. എന്താണ് നമ്മൾ അണിയേണ്ടത്? What should we clothe on? കൃപയും മഹത്വവും അണിയണം. Grace and glory we should put upon. കൃപയും മഹത്വവും നമ്മൾ അണിയിക്കണം. We should be clothed in grace and glory. വേറെ ആൾ നോക്കുമ്പോൾ കാണാനുള്ളത് കൃപയാ. When someone views us, he should see grace. ഇപ്പോൾ ഞാൻ ഒരാളോട് സംസാരിക്കുന്നു. I am speaking to a particular person. അദ്ദേഹം എന്നോട് കോപിക്കുന്നു. He gets angry. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ with a smiling, എന്നിലുള്ള കൃപ. If with a smiling face, if I look at him, then that is the grace which is found in me. ഒരാൾ എന്നെ ഉപദ്രവിക്കുന്നു. One person hits me. ഞാൻ പ്രതികാരം ചെയ്യാതിരിക്കുന്നുവെങ്കിൽ ചിരിച്ച മുഖത്തോടിരിക്കുന്നെങ്കിൽ വേറെ നോക്കുമ്പോൾ എന്നിൽ കാണുന്നത് അതാണ് കൃപ. But I do not retaliate and I am found with a smiling face. If it be so, when another person views me, it is that is called grace. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും പ്രാപിച്ച ശേഷം അവസാനത്തിൽ ചില പറയും എന്താ എല്ലാം വെള്ളം കോരി 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 അവസാനം ചെയ്തു എന്താ കുടവിട്ട് ഉടച്ചെന്ന്. So people say that having received all the blessings, all kinds of manners of blessings, and finally they destroy the pot too. ആറും കടന്നു, തോടും കടന്നു, പിന്നെ മടാകുഴി വീണ് ചത്തു. Across the river and the lake too, and finally came into the deep pitch and died. പഴയ ആൾക്കാർ പറയും ആറും കടന്നു തോടും കടന്നു ഇപ്പതാ ഒരു ചെറിയ കുഴിക്കാത്ത വീട് മരിച്ചു. Crossed the river too and the pond too, now came into a small pit, fell there and died. എത്രയോ ശോധനകളും കഷ്ടങ്ങളും പരിശോധനകളും കടന്നു വന്നതായ ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. There are the children of God being seated here who came across various kinds of trials and tribulations. പട്ടിണിയും കഷ്ടം സഹിച്ചു വന്ന ദൈവമക്കളുണ്ട്. There are many people who have entered for hunger too. ദൈവമക്കളെ ആ ആരംഭഘട്ടത്തിൽ പട്ടിണിയും കഷ്ടം സഹിച്ച ശുശ്രൂഷകരെ സഹായിച്ച വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. There are many believers who are seated here who helped us, assisted the servants of God in those days too. അവരോട് ഞാൻ ചോദിക്കുന്നു, അന്നത്തെ ദൈവസ്നേഹം ഇന്നും ഉണ്ടോ? I asked them a question, do you possess the love of God you have in those days today? Do you have the hope today? അന്നത്തെ കൃപ വ്യാപരിക്കുന്നുണ്ടോ? That grace, do you have it today? അന്ന് ദൈവത്തെ കണ്ടെത്തിയ നാളിലെ അതേ അനുഭവം, അതേ സന്തോഷം, അതേ പ്രത്യാശ, അതേ കൃപ, അതേ മഹിമ, അതേ മഹത്വം എന്നിൽ ഉണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ദൈവമക്കൾ മാത്രം കരങ്ങളുയർത്തി അല്ലേ പറയാമോ? 4-3-7 പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. Praise be to God. അങ്ങനെയെങ്കിൽ ഇന്ന് യേശു വന്നാൽ എടുക്കപ്പെടുമോ? If it be so, if Jesus would appear today, will you be caught up? ഇന്ന് നമ്മൾ ഞങ്ങൾ മരിക്കുന്നിരിക്കട്ടെ. If I die today, പോകാൻ കഴിയുമോ? will you be able to go? നമുക്ക് പറയാം ഞാൻ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയും. We can say that I am a woman clothed with the sun. ദൈവമക്കളെ നിശ്ചയമായിട്ടും കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കുന്നെങ്കിൽ മാത്രമേ ഈ മഹത്വം പിന്തുടരുകയുള്ളൂ. Dear children of God, if we live with God alone, this glory will pursue us. ഇതിപ്പോൾ ഞാൻ ഒരു യാത്ര ചെയ്യാൻ പോവുകയാണ്. I am going for a journey. ഞാൻ വേസ്റ്റ് ഉടുത്തു. I put on my waist, ബനിയൻ ഇട്ടു, and put on the banian too. പക്ഷേ ഞാനൊരു പുറത്തേക്കൊരു യാത്ര പോകണമെങ്കിൽ but to go out, എന്ത് വേണം? what is needed? ഇനി ഒരു വസ്ത്രമുണ്ട്. One more garment is essential. ഏത് വസ്ത്രമാ? What is it? അത് ഈ യൂണിഫോം. This uniform is required. നീട്ട കൈയുണ്ട്. This required with full sleeves uniform is required for me. നീട്ട കൈ ഇടാതെ ഞാൻ അവിടെ പുറത്തോട്ട് പോയിട്ട് കാറിനകത്ത് കയറി യാത്ര ചെയ്ത ശേഷം ജംഗ്ഷനിൽ ഇറങ്ങി നിന്നാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറ. If I go out without wearing this full sleeve shirts and go outside with just wearing my banian and get down in the car, what would you say concerning me? ഞാൻ വേസ്റ്റ് ഉടുത്തിട്ടുണ്ട്, ബനിയൻ ഇട്ടിട്ടുണ്ട്. I am clothed, I put upon only my waist and banian. നിങ്ങൾ എന്ത് പറയും? What did you say? നിങ്ങൾ എന്ത് പറയും? What would you say?
ഈ പാസ്റ്റർക്ക് എന്ത് പറ്റിയാൽ തലയ്ക്കാണ്ട് സുഖമില്ലെന്ന് പറയും. Something has happened to his pastor. He is cracked brained, you would say. എന്തോ കുഴപ്പം പറ്റി. There's something wrong with him. നല്ല പാസ്റ്റർ ആയിരുന്നല്ലോ. He was a very good pastor once. എന്ത് പറ്റിയെന്ന് അറിയാൻ But now I don't know what happened to him. അതോ എന്നാ പറ്റിയത്? What happened to him? ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടുത്ത് വരും. Constantly you will say this and come near to ഞാൻ me. പറയാണ് അയ്യോ ഞാൻ അത് ഇടാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? If I say I'm sorry, I forgot to put on them, well, how would it be? അപ്പോൾ ഒന്നുകൂടെ സംശയം കൂടും. Then when you would become too more doubtful. ദൈവമക്കളെ ധരിക്കേണ്ടതെല്ലാം ധരിച്ചെങ്കിലേ ശരിയാവുകയുള്ളൂ. ധരിക്കേണ്ടതെല്ലാം ധരിച്ചെങ്കിലേ ശരിയാവൂ. But when the time comes that you have to wear it, so you have to do it. ധരിക്കേണ്ടത് ധരിച്ചാൽ മതി. You have to put on only that which you ought to. ഒരിക്കൽ കല്യാണത്തിന് എന്നപ്പോൾ Once I went for a marriage, ഒരു സഹോദരി ഒരാൾ വിളിച്ചു കാണിച്ചു. one particular person showed me a sister. ആ സഹോദരി കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. Have you ever seen this sister? ഞാൻ കണ്ടിട്ടില്ല. No. ഞാൻ കണ്ടിട്ടില്ലേ? No, have you not seen her before? ഞാൻ കണ്ടിട്ടില്ല. No, I haven't seen her. അയ്യോ ഇന്നാടെ ഭാര്യ കേട്ടോ. She is the wife of such and such person. ഇന്നാടെ ഭാര്യ. Wife of such and such person. ഞാൻ നെഞ്ചത്തെ കൈയടിച്ചു. And kept my place, my hand on my chest. ആ മുഖഛായെല്ലാം പോയി. Her face was altogether changed. ഇപ്പോൾ ആ മുഖത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതോ ഒരു ശക്തി വന്നിട്ട് ഇങ്ങനെ ആഞ്ഞടിച്ചിരിക്കുന്ന പോലിരിക്കുകയാണ്. Now her face seemed to be as if some evil power has taken control over her. ഒരു അല്പം കറുത്ത ഒരു സഹോദരിയായിരുന്നു കേട്ടോ. She was a little dark colored lady. മദാം പോലെ വെളുത്തിരിക്കുന്നു. But now she is totally white. നല്ല വെളുത്ത് ധരിക്കുന്നു. She is totally white. ചെറിയൊക്കെ നല്ല ചായ അടിച്ചിരിക്കുന്നു. ചുവന്നിരിക്കുന്നു. Her lips too was very ruddy. മുടിയൊക്കെ പുതിയ ഫാഷൻ. Her shoe was combed in very fashionable way. വസ്ത്രധാരണ മഹാ നല്ല ബെസ്റ്റ് ആയിരിക്കുന്നു. And the ways of her clothes being dressed to, way of being dressed to was in very fashionable manner. ഇങ്ങനെയുള്ള വേഷം മാറിയാലൊന്നും നീ സൂര്യനെ അണിഞ്ഞ ശരിയല്ല. If you to change your garments in such a manner, you are not a woman clothed with the sun. സൂര്യനെ അണിഞ്ഞതാണോ നീ ചന്ദ്രനെ ധരിച്ചതാണോ എന്ന് അറിയണമെങ്കിൽ കല്യാണത്തിന് വരണം, നമ്മുടെ സൗകര്യമാരെ കാണണം. In order to know whether you are a woman clothed with sun or the moon, we can see it only when our sisters take part in a marriage function. ഇപ്പോൾ സഹോദരന്മാർക്ക് അവരുടെ ജ്യേഷ്ഠനിയന്മാരെല്ലാം കൂടെ 5 പേരുണ്ടെന്നിരിക്കട്ടെ. If there are brothers siblings as 5 members in a family, 5 പേരും ഒരേ കോട്ട്. 5 of them will put on the same kind of garment. ഒരേ മോഡൽ കോട്ട്. The same model of cotton dress. മണവാളൻ അതുപോലെ വെച്ചിരിക്കുക. And the groom too will be dressed in the same manner. ഈ 6 പേരുടെ പോയാൽ എങ്ങനെ ഇരിക്കും? മണവാളനേതാ അപ്പനേതാ സഹോദരനേതാ ഏട്ടനേതാ? When these 6 go together, we will be unable to distinguish who is the bride, who is the father and brother. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ സഹോദര സഹോദരി നീ ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവകൃപ നിന്നെ പിന്തുടർത്തില്ല. നീ ന്യായപ്രമാണത്തിന് കീഴായി പോയി ദൈവത്തിന്റെ മഹത്വം നിന്നെ പിന്തുടർത്തില്ല. എത്രമാത്രം വഴക്കമുണ്ടായാലും ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയുന്ന കാലഘട്ടം അടുത്തിരിക്കുകയാണ്. Dear brother, dear sister, if you are found in this way, entangled in the lusts of this world, you are fallen from the grace of God, you are gone astray from the law, you are found still under the law, you are found astray, you are gone astray from the glory of God, and one day God will say, I knew you not. അടുത്തിടയ്ക്ക് ഒരാൾ ചോദിച്ചു, സഹോദരൻ നിനക്കിത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛാ 4 കൊപ്പം നമുക്ക് നീങ്ങണ്ടായോ? ലോകത്തിലല്ലോ താമസിക്കുന്നത്, 4 കൊപ്പം നീങ്ങണ്ടായോ എന്ന്. 4 എന്താന്ന് എനിക്കറിയാൻ വയ്യ. 4 കൊപ്പം നീങ്ങണ്ടായോ എന്ന് 5 പറഞ്ഞില്ലേ അതായത്. Once I asked a particular brother, why is this appropriate way of dressing for you? And he said, this is the way we have to move along with the 4. I don't know what the 4 he meant. ഇന്നലെ തേജു ബ്രദർ പ്രസംഗിച്ചു പറഞ്ഞതുപോലെ, yesterday as brother Teju preached, ഇന്ന് പലരും 3 കൊപ്പം നീങ്ങുക. today many move according to the 3. 4 കൊപ്പല്ല 3 കൊപ്പം നീങ്ങുക. Not along with the 4 but along with the 3 many move. ഇന്നലെ പഠിപ്പിച്ചല്ലോ. Yesterday he taught best ബ്യൂട്ടിഫുൾ മനോഹരമായിരിക്കുന്നു. So today people താനെ പറഞ്ഞല്ലോ 666. He showed a symbol by his hand in this manner that this represents the word 6, the number 666. പിന്നാലെ മനുഷ്യൻ ഇന്ന് ഓടുകയാ. Today man run behind 3. ഇന്നലെ പറഞ്ഞ മനസ്സിലായോ എന്ന് അറിയത്തില്ല. Yesterday when he mentioned this, I don't know how many of you understood it. പലയിടത്തും ഉണ്ടല്ലോ പെട്രോൾ ബസ്. പെട്രോൾ പമ്പിൽ ചെന്നാൽ പെട്രോൾ പമ്പിൽ എല്ലാം കിളിയൊരു പട്ടം കാണും ഇങ്ങനെ ബസ്. When we go to the petrol pump, we can see. In order to mean the word best, they symbolize in this manner, showing the hands with 3 fingers pointed up. ദൈവത്തിന്റെ തേജസ്സരിച്ചിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ, ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ കൃപയിൽ ദൈവമഹത്വം നടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ 3 പിന്നാലെ, ഈ ലോകത്തിന്റെ പിന്നാലെ ഒരിക്കലും മനുഷ്യൻ പോയല്ല പോകുന്നു
ദുഷ്ടം നിന്നെ പിന്തുടരത്തില്ല. If you are you are a child of God, who are a woman who is clothed with the sun, with the glory of God, then you will never go behind the lust of this world, and once if you go, the grace of God will not follow you. നമ്മൾ എന്ത് കുറവുണ്ടോ അത് ധരിക്കണം. What is found lacking in us, that we should put നമ്മൾ upon. എന്ത് കുറവുണ്ടോ അതിനെ നികത്തിയെടുക്കണം. That which is found lacking, we should fill it up. നമ്മൾ എന്ത് കുറവുണ്ടോ, ഇപ്പൊ തന്നെ പലരുടെ ജീവിതത്തില് നല്ല പോഷകാംശമുള്ള ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും. Even today many take a very nutritious diet. ശരീരത്തിൽ പരിശോധിച്ച് നോക്കിയപ്പം When one checked, കാൽസ്യം കുറവാ. calcium is found in low amount. അതുകൊണ്ട് കാൽസ്യം ഉള്ളത് കഴിക്കണം. Therefore you should drink a diet full of calcium is required. ഇങ്ങനെ പരിശോധിച്ച് കാൽസ്യം എല്ലാം കഴിച്ച് അവസാനത്തിൽ എഴുന്നേക്കാൻ വയ്യ. As a result of frequent checkups, now we are unable to rise up from the bed. സമയം നോക്കിയാണ് കലക്കി കുടിക്കുന്നത്. Looking at the time, at the appropriate time, the drink. കലക്കി കുടിച്ച് ഇപ്പൊ ആകപ്പാടെ കലക്കമായി. Due to often and frequent drinks, and now they are in total trouble. ഞാൻ ഞങ്ങളുടെ വേലക്കാരോട് പറയാറുണ്ട്, I often tell my servants of God, ഒന്നും കലക്കി കുടിക്കരുത്. you need not drink any particular kind of drinks. ഫെയ്ത്തോമി വെക്കുന്ന അല്ല ദോശയോ അപ്പമോ എല്ലാം ഉണ്ടെങ്കിൽ അത് കഴിച്ചോ. The dosa or appam which they make in the faith home, you eat that alone. അല്പം കപ്പ കിട്ടിയാൽ അത് കഴിക്കണം. If you get some tapioca, you can eat it too. എന്ത് അല്പം മീൻ കിട്ടുന്നെങ്കിൽ അത് കഴിച്ചോണം. If there might be fish, you can have it. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്ത് കിട്ടുന്നു അത് കഴിച്ചോണം. What is you receive, you can have it. അങ്ങനെ കുറച്ച് നാളോടെ ജീവിക്കാം. And for a little while, we can live in this manner. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ഞാനൊരു സാധാരണ ആഹാരമാണ് എല്ലാവരുടെ കൂടെ ഇരുന്ന് കഴിക്കും. ഒരു ടിൻ സാധനം കലക്കി കുടിക്കാറില്ല. No tin food I have, along with others, I too will join and eat. ഞാൻ ചിന്തിക്കാറുണ്ട്, Often I used to think, എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്ത് കലക്കി കുടിക്കും. if I were at home, what would I have special to have as a drink? സന്തോഷം അനുഭവങ്ങൾ അതുപോലുള്ള അനുഭവം ഞാൻ വീട്ടിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുമോ? ഒരിക്കലും കിട്ടത്തില്ല. If I had been at home, will I receive the joy and the special experiences which I experienced the faith home? Never. ഞാനത് എപ്പോഴും ഓർക്കാറുണ്ട്. I often think of it. ഞാൻ ആര്? Who am I? ദൈവമക്കളെ, നിശ്ചയമായിട്ടും എനിക്കുള്ള മഹത്വം, എന്നിലുള്ള ബഹുമാനം, എന്നിലുള്ള ആദരവ്, എനിക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം എൻ്റെ യേശു എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. Dear children of God, the honor, the admiration and the glory which I receive today is only because my Jesus is with me. എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മഹത്വമുണ്ട്. If my Jesus is with me, I have glory. കഴുതയില് യേശു വാഹനമേറി പോയപ്പം When Jesus went upon the ass, എന്തൊരു ബഹുമാനം അറിയാമോ? what a great honor he received. ഭയങ്കര ബഹുമാനം. He was honored greatly. കഴുത കുട്ടി കിടന്ന് തുള്ളി ചാടുകയാണ്. Even the asses were jumping and leaping. ഇത്ര ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. I have got this great fortune. യേശു തമ്പുരാൻ യെരൂശലേമിൽ ഇറങ്ങിയ ശേഷം കഴുതക്കുട്ടിയെ വിട്ടു. Jesus, after having gotten down in Jerusalem, he left back the ass. കാണുന്നിടത്ത് മൊത്തം അടിയാ. Even all the places he wanted to hit. എവിടെ ചെന്നാലും അടി. Wherever he went, there were strife. അവിടെ കുത്ത്. There he was stabbed. Here he was stabbed. അവിടുന്ന് ബഹളം. Even from there and here, all kinds of shame, പ്രശ്നങ്ങൾ, all kinds of problems. മനസ്സിലാക്കിക്കൊള്ളും, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വിട്ടുപോയി. Remember, the presence of God has left you. ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എവിടെ നിനക്ക് മഹത്വമുണ്ട്, മഹിമയുണ്ട്. കാരണം ദൈവമക്കളെ, നമ്മുടെ യേശുവിനെ ധരിച്ചാൽ നാം കാണുന്നത് നമ്മയല്ല, നമ്മുടെ യേശുവിനെ കാണും. If you are with God, wherever you go, you will have the honor and glory which he has. And if you have clothed with him the same glory, and others will see you, him alone through you. Praise be to God. നമ്മൾ കുറവായിട്ടുള്ളതിനെ നമുക്ക് ഇന്ന് പൗർക്കാലം നികത്തണം. This morning, that which is lacking in us, let us fill it. എബ്രായലേഖനത്തിൽ വായിക്കുന്നു, in the book of Hebrews we read, chapter 2 verse 7, നീ അവനെ കർത്താവിനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നുവല്ലോ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മുടെ കർത്താവിനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. Dear children of God, our God was clothed with glory and honor. ദൈവത്തിന്റെ സഭയെ ദൈവം അതുപോലെ ദൈവം അണിയിക്കുകയാണ്. Similarly, God clothes the church of God thus too. 93 സങ്കീർത്തനം 1 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. Psalm 23 and verse 1. 93 and verse 1. യഹോവ വാഴുന്നു, യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവയുടെ ബലം ധരിച്ച് ദൈവമക്കളെ, ദൈവം വാഴുന്നു, അവൻ മഹിമ ധരിക്കുന്നു. The Lord reigned and he is clothed with majesty. നമ്മൾ ധരിക്കുന്നത് എന്താണ്? What do we put upon? ദൈവത്തിന്റെ മഹിമ ധരിക്കുക. We should be put on with the majesty of God. 104 സങ്കീർത്തനം 1 വാക്യം. Psalm 104 and verse 1. നമ്മൾ മഹിമ ധരിക്കണം. We should be clothed with glory. വായിച്ചാട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. Thou art very great and clothed with honor and majesty. 104 സങ്കീർത്തനം 2 വാക്യം. Psalm 104 verse 2. വസ്ത്രം ധരിക്കും പോലെ നീ വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശം ധരിക്കുന്നു. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. Thou stretchest out the heavens like a curtain. ദൈവത്തിന് സ്തോത്രം. Praise be to God. നാം ധരിക്കേണ്ടത് എന്താണ്? What should we put upon? 132 സങ്കീർത്തനം 1 വാക്യം. Psalm 132 verse 9. 132 സങ്കീർത്തനം 9 വാക്യം. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. നിന്റെ ഭക്തന്മാർ നീതിയെ ധരിക്കണം. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കണം. Let the priests be clothed with righteousness. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവനാണ്. Praise denotes the children of God who receive the anointing of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ നിശ്ചയമായിട്ടും അവർ ധരിക്കേണ്ട വസ്ത്രമാണ് നീതി. The garment which the children of God who receive the anointing of the Holy Ghost should put upon is the righteousness. സ്നാനം സ്വീകരിക്കും മുമ്പായിട്ട് അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. Prior to taking water baptism, there are many who receive the anointing of the Holy Ghost. നീതിയുടെ കിരീടം നമുക്ക് ധരിക്കണമെങ്കിൽ, In order to we to put upon the crown of righteousness, we to receive that righteousness, നമ്മുടെ കർത്താവിന്റെ ഹിതത്തിനായി നമ്മെ സമർപ്പിക്കണം. we should commit ourselves into the will of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. തേജസ്സിന്റെ മഹിമ നമുക്ക് ലഭിക്കണമെങ്കിൽ, For us to receive the glory, നമ്മൾ കർത്താവിന്റെ ഹിതത്തിനായി we സമർപ്പിക്കണം. should surrender ourselves for the will of God. ഞാൻ ചിന്തിച്ചു, യൗവനക്കാരുടെ മീറ്റിംഗ് ഈ മുന്നൂർ നടത്തിയപ്പോൾ When the youth meeting was conducted at Umanno, ഞാൻ ചോദിച്ചു, അവിടുത്തെ ബ്രദറിനോട് ചോദിച്ചു, എത്ര പേര് കർത്താവിന് വേലയ്ക്കായിട്ട് സമർപ്പിച്ചെന്ന്. I asked brother how many surrendered themselves for the to come for the ministry. ആരും സമർപ്പിച്ചതായിട്ട് പറഞ്ഞില്ല. But he did not tell that no one ചിലരെല്ലാം നല്ല സാക്ഷി പറഞ്ഞെന്ന് പറഞ്ഞു. But many testified, he said. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം കാണുന്നുണ്ട്. But God sees many who have been seated here. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹിമ അവരെ കാണുന്നുണ്ട്. The power of God, the glory of God sees them. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഞാൻ ഇവിടെ എഴുതിട്ട് ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞപ്പോൾ, When one brother who from here got up and testified, ഞാൻ അവിടുത്തെ ശുശ്രൂഷനെ വിളിച്ച് ചോദിച്ചു. I called the minister in charge and asked him, ആ സഹോദരൻ ഏതാണ്, നിങ്ങൾ ആ സഹോദരൻ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. how was this brother, and I asked him concerning him, നല്ല സാക്ഷ്യം പറഞ്ഞു. and he gave a good report concerning ഞാൻ him. ആ ശുശ്രൂഷനെ പറഞ്ഞു, അവൻ കർത്താവിന് വേലയ്ക്കുള്ളവനാണ്. He is ordained for this to serve the Lord. I told the minister in charge. പരസ്യമായി പറയുന്നില്ല, ശുശ്രൂഷകൻ അവനോട് പറയും. That particular minister will tell him, I do not want to tell it in common. Praise be to God. ദൈവമക്കളെ, നിശ്ചയമായിട്ടും ദൈവത്തിനുള്ളവരെ ദൈവം കാണുന്നുണ്ട്. Dear children of God, God truly sees those who belong to him. ഇന്നലെ കേട്ടതുപോലെ, As we heard yesterday, മോശ വയസ്സനായി. Moses, he became an old man. മോശ പറയാണ്, ഈ വയസ്സനായ എന്നെയാണോ നീ ഈ ലക്ഷക്കണക്കിന് ജനത്തെ നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? In his old age, Moses asked God, is it me whom thou hast chosen to lead these thousands of people? എന്നെക്കാൾ സംസാരിക്കാൻ എന്റെ അനിയനറിയാം, അഹരോനുണ്ട്. My brother is here who is well able to speak much more than me. അതാരെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് നല്ലവണ്ണം നമ്മുടെ ദൈവത്തിന് അറിയാം. But our God well knows whom he should choose. ആരും പഠിപ്പിക്കണ്ട. No one wants to teach him. പല കാര്യം പറഞ്ഞപ്പോൾ ഒടുവിൽ ദൈവം പറഞ്ഞു, ഇനി അധികം സംസാരിക്കണ്ട. Finally, at the end time, God says unto Moses, ഇനി അധികം സംസാരിക്കണ്ടെന്ന്. do not speak much to me. നീ തന്നെ പോണം. You alone should go. വലിയ ന്യായങ്ങളും തത്വങ്ങളൊക്കെ പറയും ചെറുപ്പക്കാരുണ്ട്. നീ അധികം സംസാരിക്കേണ്ട, പരിശുദ്ധം പറയാണ്, വലിയ സംസാരിക്കേണ്ട, നിന്നെ ദൈവം തെരഞ്ഞെടുത്ത് തന്നെ നിശ്ചയമായിട്ടും. Some youths may say that you did not speak to me much, but truly God has chosen you. ആവർത്തനം 3:26. പുറപ്പാട് പുസ്തകം 4:14. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവിനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. എന്താ പറഞ്ഞത്? അധികം നീ സംസാരിക്കണ്ട. ആവർത്തനം 3:26. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. അതുമല്ല, ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ എന്നോട് ഇത് സാധിക്കത്തില്ല, വേറെ ആരെങ്കിലും ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മോശയോട് ദൈവം പറയുന്നു, ഇനി അധികം സംസാരിക്കണ്ട. 4:12. പുറപ്പാട് പുസ്തകം 4
12 ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് അരുളി ചെയ്തു. ഞാൻ ഇനി അധികം സംസാരിക്കണ്ട, ഞാനിത് ഓർക്കുന്നില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ദൈവമക്കളെ, 100 ന്യായങ്ങളും തത്വങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷേ ദൈവത്തിനാത്മാവ് സംസാരിക്കുന്നു. ഇനി നീ അത് സംസാരിക്കേണ്ട, ഇറങ്ങി വാ. You might justify yourselves, but the Lord says, no, you did not speak to me. മുന്നു സഭയെന്ന് ഈ ഇന്ന് കൂടുന്ന 9 സഭയെന്നും ശുശ്രൂഷകർ ഇറങ്ങിയില്ലെങ്കിൽ നാളെ നീ ശുശ്രൂഷകർ വേണം, ഞങ്ങൾക്ക് 4 പേര് വേണം, ഞങ്ങൾക്ക് 2 പേരെ വേണം, ഞങ്ങൾ നടക്കാവുന്നൊരു പാസ്റ്ററെ വേണം, നടക്കാവുന്നൊരു ഉദ്ദേശം വേണം, ഓടിച്ചാടാവുന്നൊരു ഉദ്ദേശം വേണം എന്ന് ചോദിച്ചുകൊണ്ട് ആരും വരരുത്. വന്നാൽ ചുമ്മാതെ ലജ്ജിച്ചു പോകേണ്ടി വരും. അത് കാര്യം മറക്കരുത്. From nine assembly we have gathered here together, and now if many do not come for the ministry, and later you ask that we need such and such servants of God to lead us, then it will not truly take place, I tell you. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്നത്തെ 1 സെക്കൻഡ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ അവസാനിപ്പിക്കുകയല്ല. 1 സെക്കൻഡ് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ട് 1 സെക്കൻഡ് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സമർപ്പിക്കപ്പെട്ടവർ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Just for 1 second, let us all close our eyes and praise. Now we are going to pray for the people of God, for the children of God who are being consecrated to serve the Lord. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്, you can pray in your mind. ആരോട് നിങ്ങൾ പറയണ്ട. You need not tell concerning anyone. Close your eyes and pray. കർത്താവേ, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം ഇന്ന് പോൽക്കാലം ഈ ദിവസം നിറവേറണമേ. Lord, let thy will concerning me be fulfilled in my life in these days. എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് കർത്താവേ, അത് നിവർത്തിച്ചാട്ടെ. Lord, fulfill in me the desire which thou desires concerning me. ദൈവീഷ്ടത്തിന് വേണ്ടി മാത്രം പറഞ്ഞാൽ മതി. Only you call upon only for the living of God. സഹായിക്കാൻ പോകുകയാണ്. The God is going to help you. ദൈവീഷ്ടത്തിന് എന്താണ് മനസ്സിലാക്കാതെ നീ പോയാൽ അത് കഷ്ടമാണ്. If you go far away from the will of God, you will be in total trouble. Hallelujah. നിനക്കുള്ളവരോട് നീ സംസാരിക്കണമേ കർത്താവേ. ദർശനം കൊടുക്കണം, ശബ്ദം കേൾപ്പിക്കണം, വചനത്തിൽ ഇടപെടണമേ കർത്താവേ, ശബ്ദം കേൾപ്പിക്കണമേ കർത്താവേ. ഓ റാബ കറ്റുലായി, മോശയെ പോലെ വിഘടിക്കുന്നവരുണ്ട് കർത്താവേ, എങ്കിലും മോശയെ തന്നെ അവിടേക്ക് അയച്ചല്ലോ. അതുപോലെ കർത്താവ് വിഘടിക്കുന്നവരുടെ ദൈവം സംസാരിച്ച് അവനെ തന്നെ കർത്താവേ, ആ സഹോദരി തന്നെ ദൈവമേ, സഹോദരനെ തന്നെ അവിടേക്ക് അയക്കണമേ കർത്താവേ, തിരഞ്ഞെടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്, പക്ഷെ നിന്നെ തന്നെ അവിടെ കൊണ്ടുവരും. Many might be with other wrong engines in your mind, but truly you only God will bring here. ജോസഫിന് ദൈവം അനുഗ്രഹം കൊടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സൂര്യനാൽ ഉളവാകുന്ന വിശേഷ അനുഭവം. When God blesses Joseph, he says that he will be blessed with the precious experiences from the sun. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതിൽ കൂടെ ഫലം ഉണ്ടാകും. There will be fruitful experiences through it. മറ്റൊരു അനുഭവം പറയുന്നുണ്ട്, സമയം പോയതുകൊണ്ട് പറഞ്ഞു വിടാം. Another experiences I'll just press forward. ചന്ദ്രനാൽ ഉളവാകുന്ന വായിച്ചാട്ട്, ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും. ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം. By the precious things put forth by the moon. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതെന്തിനെ കാണിക്കുന്നു? What does this show? ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവസഭയ്ക്ക് മാത്രമേ നമുക്ക് ദൈവമക്കളെ ഫലം കായ്പാൻ കഴിയൂ. A church of God which abided by the grace of God can alone bring forth fruits. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ചന്ദ്രൻ നിൽക്കുന്ന സ്ത്രീ, the woman clothed with sun and standing on the moon. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു എന്ന് വായിക്കുന്നു. Through him by faith we have received access into this grace on which we stand. ചന്ദ്രൻ ദൈവസഭ ദൈവകൃപയിൽ നിൽക്കണം. Church should stand upon the moon or the grace of God. ദൈവസഭ ദൈവകൃപയിൽ നിൽക്കാത്ത കാലത്തോളം ദൈവമക്കളെ ഒരു ആൺകുട്ടിയായി ജയം എടുക്കുവാൻ കഴിയില്ല. Unless the church of God stand on the moon or the grace of God, the church will never be able to beget a man child. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ ചന്ദ്രൻ മറ്റൊരു അനുഭവത്തെ കാണിക്കുന്നത് സമാധാനത്തെ കാണിക്കുകയാണ്. This moon signifies peace too. കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നു, in Colossians we read 3:15 വാക്യത്തിൽ, chapter 3 and verse 15, കൃപയും സമാധാനത്തിൽ കാക്കട്ടെ. let you should be preserved in grace and peace. സ്വർഗ്ഗത്തിലെ സകലവിധമായിരിക്കുന്ന അനുഗ്രഹത്തെ ദൈവം നിറയ്ക്കുമ്പോൾ ചന്ദ്രനാൽ ഉളവാക്കുന്ന അനുഭവം പറയുന്നത് സമാധാനത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം ഓരോ വ്യക്തികളും. When God fills us with all kinds of heavenly blessings, that which God gives us, and with the blessing with which he blesses us is grace, and we moon or we're standing on the grace of God. വിവിധമായിരിക്കുന്ന സോദനയിൽ കൂടെ ജോസഫ് കടന്നു പോകേണ്ടി വന്നെങ്കിലും അവന്റെ സമാധാനത്തെ അവൻ വിട്ടുകളഞ്ഞില്ല. Joseph had to go through diverse manners of tribulations, but he left his peace. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. Just imagine. അയ്യോ, എത്രയോ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. He went through various difficulties.
മരിക്കാത്ത വ്യക്തി മരിച്ചെന്ന റിപ്പോർട്ട് കൊടുത്തു. A person who did not die, but he was known that he dead. പൊട്ടക്കിണറ്റ് വലിച്ചെറിഞ്ഞു. He was cast into a അവൻ അടിമ കച്ചവടത്തിന് വിട്ടു. and he was sold to the Egyptians. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. He was imprisoned. ദൈവമക്കളെ, എല്ലായിടങ്ങളിലും നല്ല പ്രസന്നതയോടുകൂടെ അവന്റെ സമാധാനത്തെ അവൻ സൂക്ഷിച്ചു. In all these places with a good countenance, he preserved his peace. സമാധാനത്തെ സൂക്ഷിച്ചതായ ജോസഫിന് ദൈവമക്കളുടെ സിംഹാസനം ലഭിച്ചു. Joseph, who kept his peace, received the crown, the glorious throne later. ദൈവകൃപയിൽ നാം സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, അഥവാ സമാധാനത്തെ സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, വിശ്വസ്തതയെ സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും ദൈവമക്കളെ നമുക്ക് അത് ഫലമായിട്ട് നിത്യതയെത്തുവാൻ കഴിയും. Dear children of God, if you are kept in the grace of God, if you are kept by the moon, if you are kept by faithfulness, then it will become fruitful and we will be able to richly receive that eternal presence of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. മൂന്നാമതായിട്ടോടെ പറയുന്നു, Thirdly, it said, പർവ്വതങ്ങളിൽ ഉളവാകുന്ന പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും പർവ്വതങ്ങളിൽ ഉളവാകുന്ന വിശിഷ്ട അനുഭവം. he shall be blessed by the chief things of the ancient mountains. പർവ്വതങ്ങളിൽ ഉളവാകുന്ന വിശിഷ്ട അനുഭവം. What is the chief things of the mountains? ഈ പർവ്വതം എന്ന് പറയുന്ന വിശുദ്ധിയുടെ അനുഭവത്തെ കാണിക്കുകയാണ്. This mountain signifies holiness. യെരമ്യാ പറയുന്ന 31-ാം അധ്യായത്തിന്റെ അതിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നു. Jeremiah 30. അത് വിശുദ്ധിയുടെ പർവ്വതമാണ്. We see that it is a holy mountain. 31-23-ാം വാക്യം. 31 verse 23. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ വിശുദ്ധ പർവ്വതമേ യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് പറയും. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ പർവ്വതം വിശുദ്ധിയുടെ പർവ്വതമാണ്. This mountain is a mountain of holiness. ദൈവമക്കളെ, പർവ്വതങ്ങളിൽ ഉളവാകുന്ന വിശിഷ്ടമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് നിന്നെ നിറയ്ക്കുന്നു പറയുന്നത് വിശുദ്ധിയുടെ ആഴത്തിലേക്ക്, വിശുദ്ധിയുടെ മഹിമയിൽ കൊണ്ട് എത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. When God says this, I will bless you with all the chief things of the mountains, our God is well able to lead you to the depths of holiness and take you to the heights thereof. ആ പർവ്വതങ്ങളുടെ വിശിഷ്ടമായിട്ടുള്ള ഫലം നിന്നെ എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ ഫലമാണ്. The chief fruits that God expects from this mountain are the chief fruits of holiness. കരയും കളകവും മാട്ടുമാലിന്യമില്ലാത്ത ദൈവസഭയ്ക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. Jesus is going to appear soon for the church which is undefiled and incorruptible and which do not fade away. പാട്ടുണ്ട്, വിശുദ്ധിയിൽ ദൈവത്തെ, വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പീൻ, വിശുദ്ധനല്ലോ ദൈവം, വെളിച്ചമല്ലോ, തന്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമില്ല. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതം വിശുദ്ധിയായിരിക്കുന്നുവെങ്കിൽ ആ പർവ്വതത്തിൽ ചെന്നെത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ആ ഫലത്തെ കാണുവാൻ കഴിയും. Dear children of God, who we are called to be worship the Lord in holiness, if our life too is full of holiness, then one day we will be able to reach that mountain and attain its fruit. എല്ലാ കൃഷികൾ ചെയ്താലും ഒരു ഫലമുണ്ട്. Whatever you cultivate, you can find. ദൈവസഭ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, അത് ദൈവമക്കളെ പ്രമാണത്തിന് നിൽക്കുന്നുവെങ്കിൽ, നിശ്ചയമായി ദൈവത്തിന് നിൽക്കുന്നുവെങ്കിൽ അത് വിശുദ്ധിയായിട്ട് മാറും. If the church of God abided by its laws of holiness, they will end in holiness. പിന്നെ നിങ്ങളുടെ ഫലം വിശുദ്ധിയുടെ ഫലമാണ്. The fruit of peace is holiness. അങ്ങനെയെങ്കിൽ എന്താണ് വിശുദ്ധി? If it be so, what is holiness? അശുദ്ധികളെല്ലാം വെടിഞ്ഞ് ജീവിക്കുന്നതാണ് വിശുദ്ധം. That when we cast away all ungodliness, then it is holiness. അശുദ്ധികളെ വെടിഞ്ഞ് ജീവിക്കുന്നതാണ് വിശുദ്ധം. When you put off all unholy natures, then it is holy. ഉദാഹരണത്തിന്, For example, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ when I went to a particular house, മനോഹരമായിട്ടുള്ള രണ്ട് പാത്രത്തില് നല്ല ചെടി ഇങ്ങനെ വെച്ചേക്കുന്നു. in beautiful two vessels a plant was seen. കണ്ടാൽ നല്ല മനോഹരമായിരിക്കും. For sight it was very beautiful. ഞാനത് സൂക്ഷിച്ചു നോക്കി. I keenly observed it. നല്ല പൂക്കളൊക്കെ വെച്ചിരിക്കുന്നു. And flowers too were seen. അത് സ്വീകരണ മുറിയിലാണ്, കേറുന്ന മുറിയിൽ. It was kept in the reception hall. അവിടുത്തെ അപ്പൻ എന്നോട് ചോദിച്ചു, And the father they asked me, "പാസ്റ്റർ, നല്ല സൗന്ദര്യമല്ലേ നല്ല അഴകായിരിക്കുന്നല്ലോ ആ പത്രം?" Pastor, how beautiful it is for sight. ഞാൻ പറഞ്ഞു, നല്ല അഴകായിരിക്കുന്നു. I said, yes, it seems beautiful. ഇത് കൊള്ളാന്ന് പറഞ്ഞു. Yes, it's good. ഈ പാത്രം ഏതാണെന്ന് അറിയാമോ? But do you know from where I got it? ഞാൻ മുറുക്കി തുപ്പുന്ന ഒരു കോളാമ്പിയായിരുന്നു. This was a vessel in which in my former days I used to chew betel nuts and spit into it. ഞാൻ അതിനെ ഉടച്ചങ്ങ് വാർത്തു.
I just smitted it into spans and then made it, remolded it. കോളാമ്പി ആയിരുന്നപ്പോൾ ഞാൻ കട്ടിന്റെ കീഴിലാണ് കിടക്കുന്നത്. And with the former days when I used it to spit for spitting, I kept it under my cot. കൈ കൊണ്ട് പോലും തുടക്കത്തില്ല. No one you would take it by the hand. ഇന്ന് എല്ലാവരും ആകർഷിക്കുന്നുണ്ട്. But now it attracts everyone. ആര് വന്നാലും കാണത്തക്ക നിലയിൽ ഫ്രണ്ട് വെച്ചിരിക്കുക. I have kept it in the front of my room so that whoever comes in might see it. എന്നെ നിങ്ങളെയും ഒരു കോളാമ്പി പോലുള്ള മനുഷ്യനെ കർത്താവ് ഉടച്ചു വാർത്ത് മനോഹരമായ പാത്രമാക്കി തീർത്തു. അതാണ് ദൈവമക്കളെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ പാത്രം. Dear children of God, we too who were broken vessels, vessels unuseful in the former days, but God has broken us and remolded us and made us into a new shape that many might be attracted through us. നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ ഒരു സൗന്ദര്യം കാണണം. When others look at our face, they can see the beauty. മനുഷ്യൻ പുറമേയുള്ള സൗന്ദര്യത്തിന് വേണ്ടി വാഞ്ചിക്കണ്ട. For outward beauty man need not desire. നമ്മുടെ ദൂതൻ നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ അവന്റെ മുഖത്ത് കാണേണ്ടത് ആ വിശുദ്ധിയുടെ സൗന്ദര്യമാണ്. When our God looks at our face, the beauty which he should see in us is the beauty of holiness. ആ ഫലത്തെ ചേർപ്പാൻ യേശു വേഗം വരാൻ പോകുകയാണ്. Jesus is going to appear soon to gather these fruits. വിശുദ്ധന്മാർക്കായിട്ട് യേശു വേഗം വരാൻ For പോകുകയാണ്. the saints, Jesus is going to appear very soon. പർവ്വതങ്ങളിൽ ഉളവാകുന്ന വിശിഷ്ടമായിട്ടുള്ള ഫലം, The chief fruits which occur in the mountains. ജോസഫേ, കർത്താവ് നിന്നെ അനന്തനാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Oh Joseph, God decides to change you in that manner. ദൈവസഭയെ നിന്നെ സ്വർഗ്ഗത്തിലെ സകലവിധ അനുഗ്രഹത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Oh Church of God, God decides to fill you with all kinds of heavenly blessings. പർവ്വതങ്ങളിൽ ഉളവാകുന്ന വിശിഷ്ടമായ The ഫലം. chief fruits of mountains. ദൈവത്തിന് സ്തോത്രം. Praise be to God. 72 സങ്കീർത്തനം 23 വാക്യം വായിക്കുമ്പോൾ, ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. എത്ര വായിച്ച? 72 7-ാം വാക്യം. 3-ാം വാക്യമായത്. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. പർവ്വതങ്ങളിൽ ഒന്ന് വിശുദ്ധിയുണ്ട്, 2 പർവ്വതങ്ങളിൽ സമാധാനവും നീതിയുമുണ്ട്. In mountains 1 holiness is seen, 2 peace, 3 righteousness is seen. നീ നീതിമാനായി ജീവിക്കുന്ന പർവ്വതത്തിൽ ജീവിക്കുന്ന ജീവിതമാണ്. A righteous life is seen in the mountains. If you live there, you can attain it. പർവ്വതത്തിലെ അനുഗ്രഹമാണ് ദൈവമക്കളെ, 1 വിശുദ്ധി, 2 നീതി, 3 സമാധാനം. The blessings which we receive from the mountain is 1 holiness, 2 peace, 3 righteousness. ഈ 3 അനുഭവം ഉണ്ടെങ്കിൽ നാം ശ്രേഷ്ഠരാണ്. If we possess these 3 experiences, we are excellent people. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഞാൻ ഓർക്കുന്ന ഒരു വിശ്വാസി എന്നിട്ട് ഒരു സഹോദരനെ ചൂടായിട്ട് ഭയങ്കര അതൊക്കെ വിളിച്ചു പറഞ്ഞു. Once one of our believers was hot tempered and spoke injuriously. ദൂരം നോക്കിക്കൊണ്ടിരിക്കുക. Being far afar, I watched this. ആ സഹോദരൻ ചിരിച്ചുകൊണ്ടിരിക്കുക. യവൻ പോഷണ എന്തോ പറയുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുക. And when this believer was spoken, when such a person scolded this believer in such a way, he kept quiet. അതാണ് സമാധാനത്തിന്റെ ഫലം. This is the fruit of peace. എനിക്കറിയാം ഒരാളെ. I know a particular man. 78 സംഭവിച്ച കാര്യമാണ്. An incident which took place in the year 1978. 77 സംഭവിച്ച കാര്യമാണ്. An incident took place in 78. സഭയിൽ പ്രശ്നമുണ്ടായി. There was a problem in the church. ഒരു സഹോദരന്മാർ തമ്മിൽ പോര്. There was a quarrel between brothers. ഒരാള് ഈ ഷർട്ട് അങ്ങോട്ട് വലിച്ചു കീറിയിട്ട് നടക്കുന്ന ബന്ധക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത് കൂടി. One brother took hold of the shirt and അയാളുടെ ബന്ധക്കോസ് ഇത്രേ ഉള്ളായിരുന്നു. ഈ ഉടുപ്പ് അങ്ങോട്ട് വലിച്ചു കീറിയിട്ട് അങ്ങോട്ട് ദൂരെ എറിഞ്ഞിട്ട് വാടാ എന്ന് പറഞ്ഞു. casting off his shirt. Only this much was his Pentecost. അയാൾ മരിച്ചത് എങ്ങനെ അറിയാമോ? Do you know how he died? ഒരു മൃഗം ചാകുന്നതിനേക്കാൾ കഷ്ടമായിട്ടാ മരിച്ചേ. He died much worse than an beast. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. എന്താണ് ഫലം? What is the fruit? ഒരുവൻ ഒരു വാക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നീ സമാധാനത്തെ സൂക്ഷിക്കുന്നുവെങ്കിൽ അതാണ് മഹത്വം. When one being hot tempered at you, if you are able to preserve your peace, that is the fruit of peace. ഒരു ചെറുപ്പക്കാരന് കോപം മുഴുത്തിട്ട് അങ്ങോട്ട് ആരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു കോഴി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിച്ചാത്തിരുത്ത് കോഴിയുടെ കഴുത്തം വെട്ടി. Once when a young man got angry and when all feared to go nigh unto him, a hen was given into his hand, and immediately he took a knife and cut off the head of that hen. നമ്മുടെ വിശ്വാസിയുടെ ഒരു മകനാണ്. He was a believer's son. അവന്റെ കോപം അത്രമാത്രമായിരുന്നു. As such, he was so much cruelly ദൈവം തമ്പുരാൻ അവനെ പാഠം പഠിപ്പിച്ചു അവനെ. But God taught him a lesson.
ഇതിന്റെ ആ കോഴി കിടന്ന് പിടച്ചതുപോലെ അവൻ പിടക്കേണ്ടി വന്നു. അവൻ മാനസാന്തരപ്പെട്ട് രക്ഷപ്പെട്ടു അയച്ചു. And he started to wriggle as a hen when he started to cut it. ചിലരുടെ കോപം ഉണ്ടാക്കുമ്പോൾ ചിലപ്പം ഭാര്യയുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ മേലായിരിക്കും, അല്ലെങ്കിൽ മൃഗത്തിന് മേലായിരിക്കും, അല്ലെങ്കിൽ കഥയിലായിരിക്കും. ചില വൈരാഗ്യം ഉണ്ടാകുമ്പോൾ കഥ പിടിച്ച അടയ കിടക്കും. ഇതൊക്കെയും പൈശാചി ശക്തി. ഇത് ഫലമാണോ വിശ്വാസിയെ? ഇത് ഫലമാണോ ശുശ്രൂഷകരെ? ഇത് ഫലമാണോ? All these are demonic powers. All these truly fruits. They are believers. They are servants of God. പർവ്വതത്തിലെ ഫലം എന്ന് പറയുന്നത് ദൈവമക്കളെ സമാധാനത്തെ സൂക്ഷിക്കുന്ന കാര്യമാണ്. The fruit of mountain is an experience of preserving our peace. ആ മൂന്നാം വാക്യം വായിച്ചാട്ട്. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ജനത്തിന് സമാധാനം വിളയട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നീതിയാൽ, വിശുദ്ധിയാൽ, സമാധാനത്താൽ ദൈവമക്കൾ ദൈവത്തിന്റെ സഭയ്ക്ക് അത് ഫലമായിട്ട്, അത് വിളവായിട്ട് മാറട്ടെ. Dear children of God, let holiness, let peace and righteousness become our fruit, and the lands yielding each and every day. ദൈവത്തിന് സ്തോത്രം. Praise be to God. മീഖയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-8 വചനം വായിക്കുമ്പോൾ, Micah chapter 4 verse 7 and 8 we can read. വായിച്ചാട്ട്. മീഖ 4:7-8. ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ നീതിയിലും സമാധാനത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ഈ മക്കൾക്ക് യഹോവ എന്നേക്കും സിയോൻ പർവ്വതത്തിൽ രാജാവായിരിക്കും. God will be a king in Mount Zion for all those children who keep themselves in the peace, righteousness and holiness. ദൈവമക്കളെ, നീതിയിലും സമാധാനത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ഈ മക്കളെ, ആ ഉന്നതമായ പർവ്വതത്തിൽ ആശ്രയിക്കുന്ന അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കളെ, നിനക്ക് രാജാവ് നമ്മുടെ യേശു മാത്രമാണ്. Dear children of God who live in the mountains, who preserve the experiences of peace, righteousness and holiness, our Lord, our King of Kings is Jesus. ആ പ്രത്യാശയുള്ള ഒരു പാടും പാടണ്ട. രാജാവായി വരുന്നിതാ മേഘത്തേരിൽ രാജ്യത്തെ ഏകിടുമേ തൻ സുത്തന്മാർക്കായി താൻ ആനന്ദം പരമാനന്ദം പരിൽ വാണിടും പരിശുദ്ധർക്കായി ആനന്ദ ഗീതങ്ങൾ പാടിടും ശുദ്ധർ ആനന്ദമേ രാജാവായി വരുന്നിതാ മേഘത്തേരിൽ രാജ്യത്തെ ഏകിടുമേ തൻ സുത്തന്മാർക്കായി താൻ. ഹല്ലേലൂയ. രാജാക്കന്മാരായി ജീവിക്കുന്നവർക്ക്, ദൈവമക്കളെ, വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക്, നീതിയോടെ ജീവിക്കുന്നവർക്ക്, സമാധാനത്തോടെ ജീവിക്കുന്നവർക്ക്, ആ പർവ്വതത്തിൽ അതിശേഷമായിട്ടുള്ള ഫലം കഴിച്ച് അനുഭവം ജീവിക്കുന്നവർക്ക് യേശു രാജാവായിട്ട് വേഗം വരാൻ പോകുകയാണ്. Jesus is going to appear very soon as the King of Kings. Unto them, those who keep their peace, keep their righteousness, keep their holiness, and live in the mountains, experiences these chiefest fruits. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, മറ്റൊരു അനുഭവം പറഞ്ഞു നിർത്താം. I'll wind up with mentioning one more experience. ഭൂമിയിലെ വിശിഷ്ടമായിട്ടുള്ള ഫലം, The chiefest experiences of the land. 65 സങ്കീർത്തനം 9-ാം വാക്യം. Psalm 65 and verse 9. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ ഭൂമിയെ ഒരുക്കി റെഡിയാക്കി അവർക്ക് ഫലം കൊടുക്കുന്നു. He prepares them corn, prepares the land and provided it. എന്താണ് ഒരുക്കുന്നത്? എങ്ങനെയാ ഒരുക്കുന്നത്? How does he prepare? 85 സങ്കീർത്തനം 11-ാം വാക്യം. Psalm 85 verse 11. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു. നീ വിശ്വസ്തയോടെ ജീവിക്കുന്നുവെങ്കിൽ നീതിയായ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. If you live in truth, then the righteous God shall look down from heaven. Praise be to God. ഈ ഭൂമിയിൽ നിന്ന് മുളയ്ക്കേണ്ടത് വിശ്വസ്തതയാണ്. That which should spring out of this earth is truth. അയ്യോ, ഇന്ന് എന്തൊക്കെയാ മുളയ്ക്കുന്നതെന്ന് അറിയാമോ? But today, do you know what all things spring out of the earth? വീട്ടിൽ നിന്ന് എന്തൊക്കെയാ മുളച്ചു വരുന്നത്? What all things spring out of home? ഭൂമിയിൽ എന്തൊക്കെയാ മുളയ്ക്കുന്നത്? From the land, what all things spring out? എന്തെല്ലാം വസ്തുക്കളാ മുളച്ചു വരുന്നത് അറിയാമോ? Do you know what all things spring out of the earth?
നമ്മുടെ വസ്തു തന്നെ, പറമ്പിൽ തന്നെ, ഭൂമിയിൽ എത്രയോ എന്തൊക്കെ Even in our land we can see various kinds of things which springing out of the earth, നാം നട്ടിട്ടില്ലാത്ത എത്രയോ വസ്തുക്കൾ മുളച്ചു വരുന്നു. which the many things which we have not planted come out of the ground. എല്ലാത്തിനും വളർത്തുമോ? We do grow up everything? ഇല്ല. No. വേണ്ടാത്തെല്ലാം ചെത്തിക്കളയും. All the unwanted things we get trimmed. വേണ്ടാത്തെല്ലാം വെട്ടിക്കളയും. All the unwanted things we get trimmed. നല്ല ഫലം കൊടുക്കുന്ന മാത്രം നിർത്തും. Only the fruitful trees do we ദൈവമക്കളെ, ഭൂമിയിൽ നിന്ന് മുളച്ചു വരേണ്ടത് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കണം. That which should spring out of the earth is faithfulness. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമുക്ക് കാണാം. Earth resembles our heart. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇന്ന് പുറപ്പെടുന്നത് വിശ്വസ്തതയുടെ അനുഭവമാണ്. That which should proceed out of our heart should be faithfulness. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് ആത്മീയമായിട്ടുള്ള ഫലമായിരിക്കണം. Spiritual fruit should proceed out of our heart. തെറ്റായിട്ടുള്ള അനുഭവങ്ങളെ ഹൃദയത്തിൽ നിന്ന് നീക്കി കളയണം. All the ungodly natures we should sit away from our heart. ഹൃദയത്തിൽ തന്നെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് വചനം വായിച്ചിട്ട് ദുശ്ചിന്ത, വ്യഭിചാര, പരിസംഗം, മൂഢത, ദുഷ്ടത, ചതിവി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ, ദൂഷത, അഹങ്കാരം, മൂഢത എല്ലാം മുഴുവനും ഹൃദയത്തിൽ പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുകയാണ്. We see from the word of God that all those which proceed out of the man's heart, the evil thoughts, adulteries, fornications, murders, thefts, covetousness, wickedness, deceit, lavishness, and all these defile man. ദൈവമക്കളെ, സത്യത്തിന്റെ ജാതി പ്രവേശിക്കുന്നതിന് വേണ്ടി വാതിലിൽ ഇന്ന് രാത്രി പകൽക്കാലം തുറക്കണം. The king of faith, for the king of truth to enter in, let us open the doors this morning. തുറക്കണം. We should open the doors. 62-ന്റെ രണ്ടാം വാക്യം വായിച്ച്. Isaiah 26 രണ്ടാം വാക്യം. Isaiah 26:2. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. ഇംഗ്ലീഷിൽ അത്, മലയാളത്തിൽ അതല്ല, ഇംഗ്ലീഷിലെ സത്യത്തെ പാലിക്കുന്ന ജാതി പ്രവേശിക്കേണ്ടതിന് വാതിൽ തുറക്കുമെന്നാണ്. In English it's mentioned that the righteous nation which keepeth the truth to enter in. സത്യത്തിന്റെ ജാതി പ്രവേശിക്കുന്നതിന് വേണ്ടി വാതിൽ തുറക്കുവീൻ. The people of truth, in order to enter in, open the doors. നിശ്ചയമായിട്ടുള്ളത്, വാതിൽ തുറന്നാൽ സത്യമായവൻ നമ്മുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കും. If the doors is open, then truly the God of truth will enter into us. സത്യത്തിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ നീതിമാനായ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. If we live for the truth, then the presence of a righteous Jesus will be found with us. ഭൂമിയിലെ വിശിഷ്ടമായിട്ടുള്ള ഫലത്താൽ നമുക്ക് നിറയപ്പെടാം. Let us be filled with the chiefest fruits of his earth. സത്യത്തിന് വേണ്ടി നിൽക്കാം. Let us stand for the truth. വിശ്വസ്തതയ്ക്ക് വേണ്ടി നിൽക്കാം. Let us stand for faithfulness. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാം. Let us stand for holiness. നിർമ്മല മനസ്സാക്ഷിയോടെ ജീവിതം ചെയ്യാം. Stand with a pure conscience. Let us live. പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. Let us live in hope. സ്വർഗ്ഗത്തിലെ സകലവിധമായിരിക്കുന്ന ആത്മീയ അനുഗ്രഹത്താലും ഇന്ന് രാത്രികാലം ദൈവം നമ്മെ അനുഗ്രഹിച്ച് അയക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. This morning God decides to fill us with all kinds of heavenly blessings and send us back. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വാഞ്ചിക്കുന്നവരൊക്കെയും ദൈവമക്കളെ മുടക്കാൻ അടച്ച് പ്രാർത്ഥിച്ചാൽ. All those who desire, let us be on our knees, close our eyes and pray. സ്വർഗ്ഗത്തിലെ സകലവിധമായിരിക്കുന്ന അനുഗ്രഹത്താൽ നമ്മെ നിറയ്ക്കുവാൻ നമ്മുടെ യേശു ആഗ്രഹിക്കുന്നു. Oh, Jesus desires to fill us with all kinds of heavenly blessings. സകലവിധ നന്മകളാൽ നിറയ്ക്കുവാൻ കർത്താവ് With all ആഗ്രഹിക്കുന്നു. kinds of benefits He desires to bless us. നീ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ട് നടത്തുവാൻ കർത്താവ് Much ആഗ്രഹിക്കുന്നു. more than which you desire, He desires to lead you. ദൈവകൃപയിൽ സൂക്ഷിക്കപ്പെടുവാൻ ദൈവമക്കളെ നമ്മൾ സമർപ്പിക്കാം. To be preserved in the grace of God, let us commit ourselves. കർത്താവേ, നിന്റെ കൃപയിൽ എനിക്ക് ജീവിച്ചാൽ എനിക്ക് Oh മതി. Jesus, it is sufficient for me to be kept by the കൃപയിൽ വളർന്നാൽ എനിക്ക് grace. മതി. It's sufficient for me to kept by Thee. കൃപയാൽ ബലപ്പെട്ടാൽ എനിക്ക് മതി. It's sufficient for me to be strengthened by grace. എല്ലാവരും കണ്ണടച്ച് Let പ്രാർത്ഥിച്ചാൽ. us all close our eyes and pray. ഈ ദൈവമഹിമ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെല്ലാം നമ്മുടെ തോൽവികളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ. All those who decide to receive this glory of all, let us acknowledge our faults and pray. നീതിയുടെ ഫലത്തെ കൊടുക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അലറി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ഫലത്തെ കർത്താവ് തേടി വരാൻ If പോകുകയാണ്. you are unable to give fruits of righteousness, sigh and cry aloud. God is going to give you this morning that experience. നീതിയുടെ ഫലം, The fruit of righteousness, സമാധാനത്തിന്റെ ഫലം, the fruit of peace, വിശുദ്ധിയുടെ the ഫലം. fruit of holiness. ദൈവമക്കളെ, ആ മഹത്വം പ്രാപിപ്പാനായി കർത്താവ് Dear ആഗ്രഹിക്കുകയാണ്. children of God, God decides to give all these glorious experiences unto you. വിശ്വസ്തയുടെ ഫലം, The fruit of our faithfulness, സമാധാനത്തിന്റെ ഫലം, the fruit of peace, സ്നേഹത്തിന്റെ ഫലം, the fruit of love, ദൈവമക്കളെ ക്ഷമയുടെ ഫലം, the fruit of forgiveness, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിനാൽ ഉണ്ടാകുന്ന the ഫലം, fruit of patience, and the fruit that you receive trusting in the grace of God. ജീവിക്കുന്നതിനുണ്ടായ വിശുദ്ധിയുടെ ഫലം, The fruit of holiness you received by living in hope. ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ. All those who desire, for 1 minute let us all pray. ഈ വാഞ്ചയോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പോൽക്കാലം കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു, അതെനിക്ക് നൽകാൻ If പോകുകയാണ്. you pray earnestly, God sees it. Today He is going to fill you with it. ഹല്ലേലൂയ.
ഇന്ന് പോൽക്കാലം ദൈവമക്കളെ സൂര്യനാൽ ഉളവാകുന്ന അനുഗ്രഹം മറ്റൊരു അനുഭവത്തെ കാണിക്കുന്നുണ്ട്. അത് ദൈവീയ രോഗശാന്തിയുടെ അനുഭവമാണ്. The chief things of the sun also represents the experience of divine healing. ദൈവമക്കളെ ഇന്ന് പോൽക്കാലം ആ സൂര്യന്റെ അനുഗ്രഹത്തെ ദൈവം നിറച്ച് നിന്നെ സൗഖ്യമാക്കി അയക്കുവാൻ യേശു This ആഗ്രഹിക്കുകയാണ്. morning Jesus desires to fill you with this experience of the sun and send you back with സൂര്യന്റെ healing. കിരണങ്ങൾ ഇതാ നിന്റെ മേൽ പതിക്കുമ്പോൾ നിനക്ക് നിശ്ചയമായും സൗഖ്യം When the ലഭിക്കുകയാണ്. rays emitted by the sun is smits upon you, you will receive healing. ആ സൂര്യകിരണം ആ ദൈവ തേജസ് ആ മഹിമ നിന്റെ മേൽ പതിക്കുമ്പോൾ നിന്റെ ശരീരത്തിലെ രോഗബന്ധനങ്ങൾ അടിയുകയാണ്. When the rays of the sun, when that particular glory comes upon you, sickness will depart. പലർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. Now you are unable to pray. വിശ്വാസത്താൽ ജീവിപ്പാൻ You are കഴിയുന്നില്ല. unable to live in faith. എന്തിന് കഷ്ടമെന്നാലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ You കഴിയുന്നില്ല. in times of distress, you are unable to look upon the face ഇന്ന് of നീ Jesus മരിച്ചാൽ and നിന്റെ pray. നിത്യത എവിടെ? If you die today, where shall you spend your ഇന്ന് യേശുവിന്റെ eternity? വരവേൽക്ക് നിന്റെ നിത്യത എവിടെ? If Jesus come today, where shall you spend your പ്രത്യാശയോടെ eternity? കാത്തിരിക്കാം. Let us be found in എന്നെ hope. കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. Let us all close our eyes and pray. അത്ഭുതമായ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. The presence of the Jesus is seen here. ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ച് Let പ്രാർത്ഥിച്ചാട്ടെ. us all close our eyes and ഒരു pray. നിമിഷം Just പ്രാർത്ഥിച്ചാട്ടെ. for 1 minute, let's all pray. നിങ്ങളുടെ വലങ്കൈ കരങ്ങളെ ഉയർത്തി Lift up ദൈവമക്കൾ, your- നിങ്ങൾ സമർപ്പണത്തോടുകൂടെ കർത്താവേ ഈ വിധമായിരിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. Jesus, I require all these experiences. Saying so, let us lift up our right hand and pray. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. Let us all pray mightily. ആ ഫലത്തെ ചേർപ്പാൻ യേശു വേഗം വരാൻ പോകുകയാണ്. Jesus is coming soon to gather his fruits.